നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് 66/2025 സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 സെയിം സിലബസിൽ നമുക്ക് നടന്നിട്ടുള്ള എക്സാമില് ഇപ്പോൾ അടുത്ത് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് പ്രഷർ അക്രോസ് 2 പോയിന്റ്സ് ഇൻ എ സർക്യൂട്ട് ഈസ് നോൺ ആസ്. ഇത് ഞാനൊരു ഡിസ്കഷൻ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക, നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക കേട്ടോ. ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന്റെ കൂടെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാ. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവത്തുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എക്സ്ട്രാ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു പോവാ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് പറയുന്നതുകൊണ്ട് എക്സ്ട്രാ ഡീറ്റെയിൽസ് അധികം പറയുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അത് വായിച്ച് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ജസ്റ്റ് നമ്മൾ ആൻസർ പറഞ്ഞു പോകുള്ളൂ. ഇനി കമന്റിൽ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എഴുതുമെങ്കിലും വേണ്ട. നമ്മളൊരു എക്സാം എഴുതുന്ന പോലെ പോവാ. ഈ ഒരു 1.5 hours നിങ്ങൾക്ക് ഈ ഒരു എക്സാം നമുക്ക് മൊത്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറയുന്ന രീതിയിലേക്ക് ആവണം. ഓക്കെ, അത് നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പൊ നമ്മള് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് പ്രഷർ അക്രോസ് 2 പോയിന്റ് ഇൻ എ സർക്യൂട്ട് ഇസ് നോൺ ആസ് എന്നാണ് പറഞ്ഞത് അല്ലെ. അതായത് ദ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് പ്രഷർ, ദ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് പ്രഷർ, ദ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് പ്രഷർ എന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ വോൾട്ടേജ് ആൻഡ് പ്രഷർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമുക്ക് രണ്ട് ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് പ്രഷർ എന്നാ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റുകൾക്ക് തമ്മിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്നുള്ള രീതി നമുക്ക് എടുക്കാം. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയുന്നത് അല്ലെ. ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ഡെഫിനിഷൻസ് ആണ് കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, എല്ലാത്തിന്റെയും ഡെഫിനിഷൻസ് നോക്കുക. കാരണം ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിന്റെയും ഡെഫിനിഷൻസ്, അതുപോലെ ആറ്റം, അതുപോലെ തന്നെ അങ്ങനത്തെ ആ ഒരു ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ഇതേ ഡെഫിനിഷൻ തന്നെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നെയിം ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഗീവ്സ് ഒപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ത്രൂ ഇറ്റ് സെൽഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ ഒപ്പോസിഷനെ പറയുന്ന പേര് അല്ലെ. പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഗീവ്സ് ടു ഒപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ഇറ്റ് സെൽഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് ആൻഡ് പവർ ആണുള്ളത്. വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് ആൻഡ് പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? റെസിസ്റ്റൻസ് ആണ് വരുന്നുണ്ടാവും അല്ലെ. അതിൽ ഒപ്പോസിഷൻ പറയുമ്പോൾ റെസിസ്റ്റൻസ് ആണ് അവിടെ വരുന്നുണ്ടാവും. റെസിസ്റ്റൻസ് ആണ് ഒപ്പോസിഷൻ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതിനകത്ത് റെസിസ്റ്റൻസ് ആണ്. പിന്നെ വോൾട്ടേജും കറന്റും പവർ ആണുള്ളത്. അപ്പൊ ഇതൊക്കെ ഡെഫിനിഷൻസ് നിങ്ങൾ നോക്കി വെക്കുക. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് പറയാം. കറന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ ആണ് പറയുന്നത്. ആൻഡ് പവർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ സാധാരണയായിട്ട് പവർ നമ്മൾ പറയുന്ന സമയത്ത് എന്താണ്? നമുക്ക് വർക്ക് കിട്ടാനാണ് പറയാം അല്ലെ. അതായത് നമ്മൾ ഇലക്ട്രിക് കറന്റ് ഉപയോഗിച്ചിട്ട് വോൾട്ടേജിന്റെ കറന്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഡെഫിനിഷൻസ് ആണ് കൂടുതലും വരാറുള്ളത്. നെക്സ്റ്റ്, the composition of electrician solder are dash tin 40%, lead 60%, lead tin 60%, lead 40%, tin 30% and lead 70%, tin 50% and lead 50%. ഇതിനകത്ത് ഇപ്പൊ കൂടുതലായിട്ടും ഇലക്ട്രീഷ്യൻ സോൾഡർ തന്നെ ചോദിക്കാറുള്ളൂ. മറ്റുള്ള സോൾഡറിന് ഇപ്പൊ നമ്മൾ മറ്റു സോൾഡേഴ്സിന്റെ കാര്യത്തിൽ ചോദിക്കാറില്ല. അപ്പൊ ഇലക്ട്രീഷ്യൻ സോൾഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. 60-40 ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. 60-40 ആണ് വരുന്നുണ്ടാവുക. ടിന്ന് 60% ആൻഡ് ലെഡ് 40% എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിന്റെ ആ ഒരു കോമ്പോസിഷൻ ആയിട്ട് വരുന്നില്ല. അപ്പൊ അത് ഓർത്ത് വെക്കുക. അതിനെയും ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2024 ചോദിച്ച ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് 2025 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റഡ് ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു പോവാ. അതേ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെക്കണം. അപ്പൊ 60-40 ആണ് വരുന്നുണ്ടാവുക. അതിന്റെ കൂടെ ടെമ്പറേച്ചറും കൂടി പഠിച്ചു വെക്കാം. അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാം, നോക്കി വെക്കാം. വിച്ച് സോൾഡറിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ടിന്നിങ് വർക്ക്സ്? ഡിപ്പ് സോൾഡറിംഗ് മെത്തേഡ്, ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിംഗ് ആൻഡ് മെഷീൻ സോൾഡറിംഗ് വിത്ത് ഫ്ലെയിം. പിന്നെ ഓരോ സോൾഡറിംഗിനും ഓരോ പ്രോസസ്സ് നമുക്ക് പറയുന്ന അനുസരിച്ച് ഓരോ മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ചോദിച്ചുള്ളത് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ടിന്നിങ് വർക്ക് എന്നാണ് ചോദിച്ചുള്ളത്. ഡിപ്പ് സോൾഡറിംഗ്, ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിംഗ്, മെഷീൻ സോൾഡറിംഗ് വിത്ത് ഫ്ലെയിം ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഈ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ടിന്നിങ് വർക്ക് രണ്ടും കൂടി പറയുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി പറയുന്ന സമയത്ത് നമുക്ക് ഡിപ്പ് സോൾഡറിംഗ് മെത്തേഡ് ആണ് പറയുന്നുണ്ടാവുക. ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ മാത്രമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെഷീൻ സോൾഡറിംഗ് പ്രോസസ്സും പറ്റും. SMT കോമ്പൗണ്ട്സിനൊക്കെ മെഷീൻ സോൾഡറിംഗ് പ്രോസസ്സ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, കുറച്ചും കൂടി ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന കോമ്പോണൻസിൽ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് അല്ലെ. സോൾഡറിംഗ് വിത്ത് ഫ്ലെയിം എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് കൂടിയ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
സോൾഡറിങ് വിത്ത് ഫ്ലെയിം എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ ഹാർഡായിട്ട് വരുന്ന മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സോൾഡറിങ് വിത്ത് ഫ്ലെയിം എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഈ പൈപ്പ് വർക്കുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സോൾഡറിങ് വിത്ത് ഫ്ലെയിം എന്ന് പറയുന്ന മെത്തേഡ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഓരോ സോൾഡറിങ് മെത്തേഡിന്റെയും വർക്കിംഗ് അതിന്റെ അപ്ലിക്കേഷൻസ് ഓർത്ത് വെക്കാം. പ്രീവിയസ് ആയിട്ട് ഒരുപാട് നമ്മൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. നെക്സ്റ്റ്, ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കണ്ടക്ടർ, വോളിയം ഓഫ് കണ്ടക്ടർ, ലെങ്ത് ഓഫ് കണ്ടക്ടർ ആൻഡ് breadth of the conductor. അല്ലെ, the resistance of conductor directly proportional to എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം R is directly proportional to L and inversely proportional to area. അല്ലെ, ലോസ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ പറയാം. ഇനിയിപ്പോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ റോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ നോക്കണം. ഇനി റോയും എല്ലും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ല് കൺസിഡർ ചെയ്താൽ മതി. നമ്മളെ ലോസ് ഓഫ് റെസിസ്റ്റൻസ് പ്രകാരം അങ്ങനെയാണ് പറയാം. റോ എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ലെങ്ത് ഓഫ് കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ രണ്ടും കൂടെ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും. ഇപ്പോഴത്തെ ഇതനുസരിച്ച് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും ചെയ്യും. ഓക്കെ, ലെങ്ത് ഓഫ് കണ്ടക്ടർ ആണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ആൻ മീറ്റർ ക്യൂബ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് ഡാഷ്. ഇന്റേണൽ റെസിസ്റ്റൻസ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ആൻഡ് ഇക്വാലന്റ് റെസിസ്റ്റൻസ്. അല്ലെ, അപ്പൊ എന്താ ചോദിച്ചുള്ളത്, ഒരു ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ മീറ്റർ ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് വരിക കേട്ടോ. സ്പെസിഫിക് റെസിസ്റ്റൻസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റോ ആണ് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. മെറ്റീരിയൽ ആയിട്ട് വരുന്ന മെറ്റീരിയലിനനുസരിച്ച് ഡിപെൻഡ് ചെയ്യുന്നതാണ് അല്ലെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ റെസിസ്റ്റൻസിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓരോ മെറ്റീരിയലിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുന്ന നല്ലതാണ്. ഇപ്പൊ പ്രധാനമായിട്ടും അലുമിനിയം കോപ്പറും കൂടി നോക്കി വെക്കട്ടെ. രണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ആണ്. അതിൽ കൂടുതലായിട്ട് പോകണില്ലെങ്കിലും അലുമിനിയം കോപ്പറും, അതിന്റെ അലുമിനിയത്തിന്റെയും കോപ്പറിന്റെ ഒരു ടേബിൾ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? കോപ്പർ, കാർബൺ, സിലിക്കൺ ആൻഡ് അലുമിനിയം. അല്ലെ, ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മൾ ആ ഒരു ഓർഡർ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഫസ്റ്റ് സിൽവർ ആണ്, പിന്നെ അതാണ് കോപ്പർ ആണ്, പിന്നെ നമുക്ക് ഏതാ വരുന്നുണ്ടായിരിക്കുക, ഗോൾഡ് ആണ് വരുന്നത്, പിന്നെ വരുന്നത് അലുമിനിയം ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പല രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കോപ്പർ ആണ് കേട്ടോ. തന്നിരിക്കുന്നതിൽ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കോപ്പർ ആണ്. ശരിക്കും അലുമിനിയം 4ാം സ്ഥാനത്താണുള്ളത്. പിന്നെ അവിടെ കാർബൺ, സിലിക്കൺ ഉണ്ട്. പിന്നെ നമുക്ക് ഈ കോപ്പറും സിൽവറും കൂടി തന്നിട്ട് ബെസ്റ്റ് കണ്ടക്ടർ ചോദിക്കുകയാണെങ്കിൽ സിൽവർ ആണ് പറയാം. പക്ഷെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ആണ് പറയാം കേട്ടോ. സിൽവർ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് കോപ്പർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് എഴുതുന്നത്. കാരണം എക്കണോമിക്കൽ അനുസരിച്ച് നമ്മൾ കോപ്പർ ആണ് എന്ത് ചെയ്യുക യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതും കൂടി ഒന്ന് അതിന്റെ കൂടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, സെമി കണ്ടക്ടർ ആസ് ഡാഷ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ്. സെമി കണ്ടക്ടർ ആസ് ഡാഷ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ്, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ ആൻഡ് യൂണിറ്റി. അല്ലെ, അപ്പൊ സെമി കണ്ടക്ടേഴ്സ് അതുപോലെ തന്നെ സീറോ ടെമ്പറേച്ചർ അത് വരുന്നതും അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുമ്പോൾ അതിനൊരു മെറ്റീരിയൽ വെച്ചാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ കണ്ടക്ടർ വെച്ച് ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ എന്ത് ചെയ്യും, ഇൻസുലേറ്റർ വെച്ചിട്ട് ചോദിക്കും. അതങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് കേട്ടോ. ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു മെറ്റീരിയലിന്റെ പേര് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഇത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതും കൂടെ അത് ഓർത്ത് വെക്കുക. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ്. ആൻഡ് സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് വരുന്നതാണ് കോൺസ്റ്റന്റിൻ അല്ലെങ്കിൽ മാംഗനീൻ അല്ലെങ്കിൽ യൂറേക്ക എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എന്ത് പറയാം, സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആയിട്ട് പറയാം അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അതും ഓർത്ത് വെക്കുക. അതിന്റെ കൂടെ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഇൻസുലേറ്റർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് തന്നെയല്ലേ? അതെ, ഇൻസുലേറ്റർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് കേട്ടോ. ഇൻസുലേറ്റർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇൻസുലേറ്റർ ചോദിക്കാറുണ്ട്. ഇൻസുലേറ്ററിന്റെ കേസിലും നമ്മൾ മൈക്കൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്ക് ചോദിച്ചിട്ടുണ്ട്, പേപ്പർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ മൈക്കൊക്കെ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് കേസിൽ കേട്ടോ. എക്സ്പാൻഷൻ ഓഫ് ACSR കണ്ടക്ടറീസ്, അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ്, അലുമിനിയം കോയിൽ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ്, അലുമിനിയം കോപ്പർ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ്, അലുമിനിയം കണ്ടക്ടർ സോളിഡ് റെയിൻഫോഴ്സ്ഡ് അല്ലെ. ഏതാ വരുന്നുണ്ടായിരിക്കുക, എക്സ്പാൻഷൻ ഓഫ് ACSR കണ്ടക്ടറീസ്. ഞാനിതേ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങളിപ്പോ ഇതേമാതിരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിച്ചോളൂ. നമ്മൾ ഓൾറെഡി കുറച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്
ഓൾറെഡി നിങ്ങൾ ഓരോ ടോപ്പിക് വൈസുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം ക്വസ്റ്റ്യൻസും കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അതിന് എന്തെങ്കിലും കുറച്ചും കൂടി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിലോ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ഇടയിൽ ചോദിച്ചാൽ മതി. ഇനി എല്ലാവരും ജസ്റ്റ് കമന്റിൽ ഇട്ടാലും ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്ത് പോണ അനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ പോകുന്നത്. എക്സ്പാൻഷൻ ഓഫ് ഫോർ ACSR കണ്ടക്ടർ ഈസ് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെയിൻഫോഴ്സ് അല്ലെ. ACSR ഫുൾ ഫോം ആണ് കേട്ടോ. ഈ ഫുൾ ഫോം എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു എക്സാം ആണ് നമ്മൾ എക്സാം എന്ന് പറയുന്നത്. കാരണം ഏത് ഡിപ്പെൻഡ് ഇപ്പൊ MCB, ILCB, ഇങ്ങനത്തെ RCCB, ACSR ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫുൾ ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഒരുപാട് ഫുൾ ഫോംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് ഫുൾ ഫോംസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഷോർട്ട് ആയിട്ടുള്ള അബ്രിവേഷൻസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവർ ആയിട്ട് അതിന്റെ ഒരു ഫുൾ ഫോം പഠിച്ചു വെക്കണം. അതും ഡയറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെയിൻഫോഴ്സ് എന്ന് പറയുന്നതിന് പകരം ഓരോന്ന് വരുന്നത് ഓരോ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കാം. Purpose of armoring in UG cable dash protect OG cable from OH cable from mechanical injury, protect cable from moisture, protect cable from atmosphere and protect cable from mechanical injury എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിനകത്ത് രണ്ട് മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ട്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ തന്നിട്ടുള്ളതാണത്. നമ്മൾ പെട്ടെന്ന് മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർമറിങ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് OH കേബിളിനെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശരിക്കും ആർമറിങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആർമറിങ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പുറമെ നമ്മൾ ആ ഷീറ്റിങ്ങിന് പുറമെ വരുന്നതാണ് അല്ല, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലായിട്ട് വരുന്ന ഭാഗമാണ്. അപ്പൊ ലെഡ് ഷീറ്റ് കഴിഞ്ഞിട്ട് അതിന് മേലെ വരുന്ന ഭാഗമാണ് എന്ത് ചെയ്യുന്നത് ഈ ആർമറിങ് എന്ന് പറയുന്ന ഭാഗം വരുന്നത് അല്ലെ. അപ്പൊ അത് ശരിക്കും നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മൊത്തമായിട്ട് ആ ഒരു കേബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോ കേബിൾ പ്രൊട്ടക്ഷൻ അല്ല, ആ ഒരു ഭാഗത്തിന് ആ ഒരു ലെഡ് ഷീറ്റും കാര്യങ്ങൾക്കുമായിട്ട് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രൊട്ടക്ട് കേബിൾ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് മതി. പിന്നെ ഇവിടെ OH കേബിൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. OH കേബിൾ ആണ്, ഓവർ ഹെഡ് കേബിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് പ്രധാനമായിട്ട് ആ ഒരു ഭാഗത്തിനെയാണ് നമുക്ക് പറയുന്നുണ്ടായിരിക്കും അല്ലെ. കാരണം ഇതിലിപ്പോ കണ്ടക്ടർ മുതൽ തുടങ്ങിയിട്ട് കണ്ടക്ടർ, ഇൻസുലേറ്റർ, പേപ്പർ ഇൻസുലേറ്റർ, പിന്നെ ലെഡ് ഷീറ്റ് വരുന്നുണ്ടായിരിക്കും. അതിന് മീതാണ് നമുക്ക് എന്ത് ചെയ്യാം മേലെ വരുന്ന ആർമറിംഗ് പോർഷൻ വരുന്നുണ്ടായിരിക്കും. പിന്നെ അതിന്റെ ഉള്ളില് സാധാരണയായിട്ട് നമുക്ക് ഷീറ്റിംഗ് ഒക്കെ വരുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഓരോന്നും ഓർത്ത് വെക്കുക. ഓരോന്നിന്റെ പർപ്പസ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പർപ്പസും പഠിച്ചു വെക്കുക കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് OH കേബിളിന്റെ കേസിൽ. OH കേബിളിന്റെ കേസിൽ പിന്നെ ചോദിക്കുന്നത് ഈ പ്രഷറൈസ്ഡ് കേബിൾ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ ജസ്റ്റ് അതിന്റെ വാട്സും വോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എന്ത് ചെയ്യാണ് ചോദിക്കാറുള്ളത് കേട്ടോ. നെക്സ്റ്റ്, സ്പാർക്കിംഗ് ഒക്കേഴ്സ് വെൻ എ ലോഡ് ഈസ് സ്വിച്ച്ഡ് ഓഫ് ബിക്കോസ് ദ സർക്യൂട്ട് ഹാസ് ഹൈ കപ്പാസിറ്റൻസ്, ഹൈ ഇൻഡക്ടൻസ്, ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഇംപിഡൻസ് എന്നാണ് പറഞ്ഞത്. സ്പാർക്കിംഗ് ഒക്കേഴ്സ് വെൻ ദ ലോഡ് ഈസ് സ്വിച്ച്ഡ് ഓഫ് ബിക്കോസ് ദർ സർക്യൂട്ട് ആസ് ഹൈ ഇൻഡക്ടൻസ് ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഹൈ ഇൻഡക്ടൻസ് ആണ് വരുന്നുണ്ടാവുക. ഇതിനകത്ത് ഒന്നുകൂടി ഓർത്ത് വെക്കാം. ഇനി ഹൈ കപ്പാസിറ്റൻസ് ആണ് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് സ്വിച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ആണ് ഇപ്പോ സ്പാർക്കിംഗ് വരുന്നത് എന്നാണ്. ഹൈ കപ്പാസിറ്റൻസ് കാരണവുമാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അത് ആണ് രണ്ടും മാറി മാറി ചോദിക്കാം. ഇപ്പൊ ആദ്യമായിട്ട് ചോദിച്ചാണ് ഹൈ ഇൻഡക്ടൻസ് ആണ്. പ്രീവിയസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണാത്തതാണ്. പിന്നെ ഇതൊക്കെ നിയമ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ്. കുറച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 2 വർഷമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് നിയമ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി ഇട്ടിട്ടുണ്ട് അവര്. അതായത് നിയമ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ITയിൽ ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതിന്റെ കൂടെ പോകണം. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് സപ്ലൈ ഈസ് നീഡഡ് ഫോർ ട്രാൻസിസ്റ്റർ റേഡിയോ? ലോ വോൾട്ടേജ് AC, ഹൈ വോൾട്ടേജ് AC, ലോ വോൾട്ടേജ് DC ആൻഡ് മീഡിയം വോൾട്ടേജ് DC അല്ലെ. അതായത് ട്രാൻസിസ്റ്റർ റേഡിയോയിൽ യൂസ് ചെയ്യുന്ന സപ്ലൈ ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. ട്രാൻസിസ്റ്റർ റേഡിയോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ലോ വോൾട്ടേജ് DC ആണ് കേട്ടോ. ഒരു 9 വോൾട്ടേജ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ലോ വോൾട്ടേജ് DC ആണ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ട്രാൻസിസ്റ്റർ റേഡിയോ സപ്ലൈ നീഡർ എന്ന് പറയുന്നത് DC ആണ്, അത് നിങ്ങൾക്ക് അറിയാം. അതിലിപ്പോ ലോ വോൾട്ടേജ് ആണോ, ഹൈ വോൾട്ടേജ് ആണോ, മീഡിയം വോൾട്ടേജ് ആണോ എന്നുള്ളതാണ്. അപ്പൊ മീഡിയം വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എടുക്കണ്ട. മീഡിയം വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ DC കൺസെപ്റ്റിൽ മീഡിയം വോൾട്ടേജ് എന്ന് പറയുമ്പോഴേക്ക് ഒരു 50 വോൾട്ടേജ് എബോ വരുന്ന കൺസെപ്റ്റ് ആയിട്ട് വരും. അപ്പൊ ലോ വോൾട്ടേജ് ആണ് സാധാരണ നമുക്ക് അറിയാം. ഒരു ലോ വോൾട്ടേജിലാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ റേഡിയോസ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ലോ വോൾട്ടേജ് DC ആണ് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ്, ദ റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ. ഇവിടെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല 2-3 കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുള്ള ഒരു ഭാഗം അതാണ്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻക്രീസ് വെരി സ്ലോ ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ആൻഡ് ഇൻക്രീസ് ഷാർപ്ലി ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി,
സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ്. സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് അല്ല എന്നറിയാം അല്ലെ, നമുക്കറിയാം മാംഗനീസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള യൂറേക്ക തുടങ്ങിയിട്ടുള്ള അലോയ്സ് ആണ് എന്ത് ചെയ്യുന്നത് സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. ഇൻക്രീസ് ഷാർപ്ലി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സൈക്കിൾ. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ള എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇത് NTC ആണ് അല്ലെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് വരിക. അതായത് ഇൻക്രീസ് ടെമ്പറേച്ചർ ഡിക്രീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മറ്റത് രണ്ടും പറഞ്ഞിട്ടുള്ളത് ഇൻക്രീസ് വെരി സ്ലോലി ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻക്രീസ് ഷാർപ്ലി ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും വെരി സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യുക റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അതൊരു ശരിക്കും പ്രപ്പോർഷണൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇൻക്രീസ് ചെയ്യും തോറും ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും, സ്ലോ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് അവിടെ വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും ഇൻക്രീസ് വെരി സ്ലോലി ബൈ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ എന്നുള്ളതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, ദ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓൾവേസ് കോൺസ്റ്റന്റ് സെയിം അറ്റ് ഡിഫറെന്റ് ഗിവൺ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആസ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അതായത് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യായിരിക്കും എന്നറിയാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോറും അതിന്റെ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ടല്ല റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ടല്ല റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് നമ്മൾ കണ്ടക്ടർ ബേസ് ആയിട്ട് നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ അത് ഇൻക്രീസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പടിപടിയായിട്ട് ഇൻക്രീസ് ചെയ്ത് പോവുകയാണല്ലോ ചെയ്യുക കേട്ടോ. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയാം, ടെമ്പറേച്ചർ 2 ആവുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആയിരുന്നു എന്ന് കരുതാം. ആൻഡ് ടെമ്പറേച്ചർ 6 ആവുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുക ചെയ്യാം കേട്ടോ. നമ്മൾ അതാണ് നേരത്തെ ക്വസ്റ്റ്യൻ അതാ പറഞ്ഞത്, വെരി സ്ലോലി ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് എന്ന് പറയാം. ഓരോ ടെമ്പറേച്ചർ വരുന്ന സമയത്തും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും അതിനെ കാണിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഓർത്തേക്കുന്നത് കേട്ടോ. ഇത് പ്രധാനമായിട്ട് പറയാനുള്ള കാരണം നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് പറയുമ്പോഴാണ് നമുക്ക് ഇതിന് വരിക. കാരണം നമ്മൾ പറയുന്നുണ്ട് ഈ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുത്തിട്ടാണ് നമ്മൾ അതിന്റെ റെസിസ്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അത് കാരണം നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ റെസിസ്റ്റിവിറ്റി കഴിയുന്ന സമയത്ത് 25 ഡിഗ്രി സെൽഷ്യസിൽ ഇത്രയാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് കാരണം ഇതാണ് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അത് റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. അപ്പൊ നമുക്കത് ശരിക്കും ഒരു റേഷ്യോ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലെ. പക്ഷെ അതേപോലെ തന്നെ ഇതൊരിക്കലും നമ്മളൊരു പ്രൊപ്പോർഷൻ ആയിട്ട് പറയുന്നില്ല കേട്ടോ. അതിന് കാരണം ഇതാണ്. പിന്നെ ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യും, പക്ഷെ അതിനും ഇതേ റേറ്റ് ആയിരിക്കില്ല, അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് ഇനി എങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ സി എഴുതാം, ഇൻക്രീസ്ഡ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്. അത് നമ്മൾ കോമൺലി പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് വന്നിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കോമൺലി നമ്മൾ പറയുന്നത് എന്താണ്, ഇൻക്രീസ്ഡ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് എന്ന് പറയുന്നതാണ്. പക്ഷെ അതിൽ കുറച്ച് മാറ്റമാണ്. അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇപ്പൊ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ടെമ്പറേച്ചറിന് ഇതേ റെസിസ്റ്റൻസിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതാണ് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസർ ഒന്ന് ക്ലിയർ ചെയ്ത് വായിച്ചു നോക്കാം. നെക്സ്റ്റ്, വാട്ട് ഫാക്ടർ ഡസ് റിയാക്ടൻസ് ഡിപ്പെൻസ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫ്രീക്വൻസി, RMS വാല്യൂ, ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആൻഡ് ഇൻഡക്ടൻസ്. അപ്പൊ റിയാക്ടൻസ് പറയുമ്പോൾ പെട്ടെന്ന് ഇൻഡക്റ്റീവിലേക്ക് മാത്രം പോകരുത്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഉണ്ട്. പിന്നെ ഫ്രീക്വൻസി ആണ് ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത്, അതുകൊണ്ട് വലിയ തെറ്റല്ല. ചിലപ്പോൾ ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ഒക്കെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കാം. ഇവിടെ ഫ്രീക്വൻസി ആണ് വരുന്നുണ്ടായിരിക്കുക. നമുക്കറിയാം എന്താണ്, XL is equal to 2π FL and X is equal to 1/2π FC അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. 1 farad is 1 volt coulomb per volt, 1 volt per coulomb, 1 joule per volt, coulomb per joule അല്ലെ. എന്താ വെച്ചിട്ടുള്ളത്, 1 farad is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 farad is എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പാസിറ്റൻസ് അല്ലെ. C is equal to Q/V അല്ലെ. C is equal to Q/V, അതായത് coulomb per volt അല്ലെ. coulomb per volt ആണ് വരിക കേട്ടോ. അപ്പൊ യൂണിറ്റുകൾ പഠിച്ചു വെക്കുക. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞ സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിറ്റുകൾ ഡയറക്റ്റ് ആയിട്ടും പഠിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ടും പഠിക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഡിഫറൻസ് നമ്മൾ ആ ഒരു ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന യൂണിറ്റുകൾ നോക്കിയിട്ട് ഓരോ ഇക്വേഷൻ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഡെഫിനിഷൻ പഠിക്കുമ്പോഴും
അതിന്റെ യൂണിറ്റുകൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് അതിന് യൂണിറ്റ് എങ്ങനെ കിട്ടും എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് നോക്കണം, അത് ക്വസ്റ്റ്യൻസിലൊക്കെ ഇപ്പൊ വരുന്നതാണ്. നെക്സ്റ്റ്, ഇൻ ഇലക്ട്രിക് മെഷീൻ ലാമിനേറ്റഡ് കോഴ്സ് ആർ യൂസ്ഡ് വിത്ത് എ വ്യൂ ടു റിഡ്യൂസ് ഹിസ്റ്ററിസിസ് ലോസ്, എഡി കറന്റ് ലോസ്, കോപ്പർ ലോസ് ആൻഡ് മാഗ്നറ്റിക് ലോസ് അല്ലെ. നമുക്കറിയാം ലാമിനേറ്റഡ് കോർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലാമിനേറ്റഡ് കോർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമന്റിലൊന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ. ഓക്കെ, മെറ്റീരിയൽ കേട്ടോ, മെറ്റീരിയൽ ബേസ് എന്ത് ചെയ്യാം മാറ്റുക. അതായത് ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനാണ്, മെറ്റീരിയൽ ബേസിൽ അങ്ങനെ ചിലപ്പോൾ ആൻസർ കീയിൽ അങ്ങനെ ഉണ്ടാവുക, മെറ്റീരിയൽ ബേസ് ആണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. കാരണം നമുക്ക് ആ ഒരു ഹിസ്റ്ററിസ് ലൂപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് വേണ്ടത് അല്ലെ, ലൂപ്പ് കുറയ്ക്കാന്നാണ് വേണ്ടത്. അപ്പൊ ലൂപ്പ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പിനുള്ള പറ്റിയ മെറ്റീരിയൽ, സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ ഇലക്ട്രോ മാഗ്നറ്റുകളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്താ പറ്റും? ലൂപ്പിന്റെ ഏരിയ കുറയ്ക്കാൻ പറ്റും. ലൂപ്പ് ഏരിയ കുറയ്ക്കുമ്പോൾ ലോസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, the indication of state of charge of a battery is best given by specific gravity of electrolyte, temperature of electrolyte, color of electrolyte and level of electrolyte അല്ലെ. അപ്പൊ ഇതിനകത്ത് ഇൻഡിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇസ് ബെസ്റ്റ് ഗിവൺ ബൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും ഇലക്ട്രോലൈറ്റിന്റെ ടെമ്പറേച്ചറും ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലെങ്കിലും കളർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാം. കാരണം ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിന്റെ കളർ, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് സാധാരണ ഇലക്ട്രോലൈറ്റിന്റെ കളർ എന്ന് പറയുമ്പോൾ അല്ല, അത് ശരിക്കും അതിന്റെ ഒരു നമുക്കത് തോന്നുന്ന കളറാണ് കേട്ടോ. ഇലക്ട്രോലൈറ്റിന്റെ കളർ മാറ്റം വരുന്നില്ല, പക്ഷെ അത് ഫുള്ളി ചാർജ്ഡ് ആകുമ്പോഴും ഫുള്ളി ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ സമയത്ത് ഒരു വൈറ്റിഷ് കളറൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അത് പൂർണ്ണമായിട്ടൊരു മിൽക്കി വൈറ്റ് ആയിരിക്കും ഈ നമ്മുടെ സാധാരണ ഇലക്ട്രോഡിന് വരുന്ന കളർ. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതൊരു വൈറ്റിഷ് കളറായിട്ട് നമുക്ക് തോന്നും. ഇലക്ട്രോലൈറ്റിന് കളർ മാറുന്നതുകൊണ്ടല്ല, അങ്ങനെ ഒരു മാറ്റമൊക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷെ അത് ബെസ്റ്റ് ഗിവൺ ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ പറ്റുള്ളൂ? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഈ പോസിറ്റീവ് പ്ലേറ്റിന്റെ കളർ ചോദിച്ചിട്ടില്ല. പോസിറ്റീവ് പ്ലേറ്റിന് നമ്മൾ സാധാരണ ഏതാ പോസിറ്റീവ് പ്ലേറ്റ്? ഞാൻ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. 5 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അത് നമുക്ക് എടുക്കണം, ഞാൻ വെറുതെ ഡൗട്ട് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ നോക്കാം, അതിനകത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു അത്, ഈ പോസിറ്റീവ് പ്ലേറ്റ് ഏതാ നെഗറ്റീവ് പ്ലേറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴൊരു ഇതല്ല. ലെഡ് പെറോക്സൈഡ് ആണ് നമ്മൾ ശരിക്കും പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് ലെഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ സ്പോഞ്ചി ലെഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ അത് രണ്ടും നെഗറ്റീവ് പ്ലേറ്റ് ആവുന്ന രണ്ടും ഡിസ്ചാർജഡ് ആവുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. അതും നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന്റെ കളറും കൂടി നിങ്ങൾ സാധാരണ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കളർ ചോദിക്കാറില്ല. കുറച്ചും മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കൂടുതൽ കളർ ചോദിക്കാറുള്ളത്. കളറ് ഫുള്ളി ഡിസ്ചാർജഡ് ആണെങ്കിൽ മിൽക്കി വൈറ്റ് കളറാണ് വരുന്നുണ്ടാവുക. ഫുള്ളി ചാർജഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രൗൺ ഗോൾഡ് ബ്രൗൺ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് പോസിറ്റീവ് പ്ലേറ്റിന് വരിക. നെഗറ്റീവ് പ്ലേറ്റിനായിട്ട് നമ്മൾ പറയുന്നത് മെറ്റാലിക് ഗ്രേ കളറാണ് വരുന്നുണ്ടാവുക. അപ്പൊ അതും സാധാരണ ചോദിക്കുന്നതാണ്, നമുക്ക് അതിനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇതിന് ആൻസർ ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് സ്പെസിഫിക് ആയിട്ട് മെഷർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ 1.28 ആണ് അതിന്റെ ഒരു വാല്യൂ വരുന്നുണ്ടാവുക. എന്ത് കാര്യങ്ങളൊക്കെ അതിന് കൂടുതലായിട്ടും ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. വാട്ട് ഹാപ്പൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആൻ കോയിൽ വെൻ ദ കറന്റ് ത്രോ ഇറ്റ് ഈസ് റിവേഴ്സ്ഡ്? it disappears completely, it becomes stronger, it weakens slightly and reverse direction അല്ലെ. ഇതിനകത്ത് ചോദിച്ചുള്ളത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കോയില് കറന്റ് എന്ത് ചെയ്യാണ്, റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം അല്ലെ. കറന്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഇത് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ലോ വരുന്നുണ്ടായിരിക്കാം? നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് പാപ്പ് റൂൾ, അല്ലെങ്കിൽ കോർക്ക് സ്ക്രൂ റൂൾ വെച്ചിട്ടൊക്കെ നമുക്ക് പറയാം അല്ലെ. കറന്റ് ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറുന്നത് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം കറന്റ് ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, an inductor with an inductance 50 millihenry carries a current of 4 ampere. Calculate the energy stored in the magnetic field of the conductor. Inductor എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മുടെ എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. എനർജി എന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ½ അല്ലെ. ½ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ യൂണിറ്റ് കൺവേർഷൻ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ യൂണിറ്റ് കൺവേർഷൻ ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. യൂണിറ്റ് കൺവേർഷൻ നമ്മൾ ചെയ്യണം കേട്ടോ. യൂണിറ്റ് കൺവേർഷൻ 10⁻³ കൊടുത്താൽ മതി. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ Li² 4×4 അല്ലെ. കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡാണ്. ഇതിനകത്ത് 50 × 4 എന്ന് പറയുമ്പോൾ പറയാം 200 ആണ്. 200 × 4 എന്ന് പറയുമ്പോൾ 800 ആണ് അല്ലെ. ഈ 800 × 10⁻³ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പൊ 800 × 10⁻³ വരുമ്പോൾ എന്തായി, അത് 0.8 ആയി. 0.8 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 0.4 ജൂൾസ് ആയിട്ടോ. മാത്സ് കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി
നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ പ്രോബ്ലം, എന്നാലും ഇപ്പൊ നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. നല്ല നല്ല പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് നല്ല പ്രോബ്ലംസ് ആണ്. കുറച്ച് യൂണിറ്റ് കൺവേർഷനും കുറച്ച് ചെയ്യേണ്ട, കാരണം ഇതിലൊക്കെ സാധാരണ നമുക്ക് നമ്മളെ ഒരു ലെവൽ ഓഫ് എക്സാംസിനൊക്കെ പ്രോബ്ലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടാവില്ല, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന മെത്തഡാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിനൊക്കെ നല്ലൊരു മെത്തഡായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മളറിയാം റെസിസ്റ്റീവിന്റെ യൂണിറ്റ് റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓംസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ പറയുകയാണെങ്കിൽ I is equal to V by R എന്നല്ലേ പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇത് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുന്നുണ്ട് എന്നുള്ളൂ. ഇതാണ് നമുക്ക് ഓംസ് ലോ പ്രകാരം ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ വരുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ചോദിക്കുമ്പോൾ R is equal to V by I എന്നുള്ള ഇക്വേഷൻ വെച്ച് ചോദിക്കുന്നുണ്ട്. അതിന് V is equal to I into R എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ വെച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ചേഞ്ച് എന്ന് പറഞ്ഞത്. ഇത് ജസ്റ്റ് ചേഞ്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതേമാതിരി പോലെയാണ് ഇപ്പൊ ചോദിക്കുന്നത് എന്ന് പറയാം. ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത്, കുറച്ചും കൂടി ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ഇക്വേഷൻ പഠിച്ചു വെക്കുമ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കാം. A coil of area 0.2 millimeter ആണ് മീറ്റർ സ്ക്വയർ is placed in a magnetic field of 0.3 Tesla perpendicular to the plane of coil. What is the magnetic flux through the coil? Okay, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. അതായത് നമുക്ക് സാധാരണ നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചു വെക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി is equal to phi by area അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡ് ബൈ ഏരിയ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലക്സ് is equal to B into A ആണ് വരിക അല്ലെ. ബി ഇൻറ്റു എ എന്ന് പറയുമ്പോൾ ബി എത്ര വരുന്നുണ്ടായിരിക്കുക? ബി എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ യൂണിറ്റ് നമുക്ക് അത് ഉറപ്പുവരുത്താം. 0.3 ടെസ്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 0.3 ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 0.02 ആണ് വരിക. അപ്പൊ നമുക്ക് ആൻസർ വരുന്ന സമയത്ത് 0.006 എന്ന ആൻസർ വരും അല്ലെ. 0.006 എന്ന് വരും. ഇവിടെ 2 സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പൊ മൊത്തം 3 സ്ഥാനം ഉണ്ടാവും. 3 2 6 0.006 കേട്ടോ. ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പം ചെയ്യാനും പറ്റും. ഫ്ലക്സിന് ശരിക്കും ഇതല്ല, ശരിക്കും നോർമൽ ഇക്വേഷൻ തന്നെ ഇതാണ് കേട്ടോ. പിന്നെ ഫ്ലക്സിന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA എന്നല്ല ശരിക്കും വരുന്നത്. BA cos θ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ ഫ്ലക്സിന്. അതായത് BA മാത്രമല്ല, ഫ്ലക്സിന് ആ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഡയറക്ഷൻ കൂടെ വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത്രത്തോളം ഡെപ്തിലേക്ക് പോവാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് അത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. ശരിക്കും ഇതാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് പറയുന്നുണ്ടാവുക. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA cos θ എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഇക്വേഷൻ. അതിനാണ് ശരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പൈ ബൈ ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത്. പക്ഷെ നമ്മൾ ആദ്യം പഠിച്ചു വെക്കുന്നതിന് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇക്വേഷൻ ആണ്. കാരണം ഫ്ലക്സ് നമ്മളൊരു കോമൺ ടേം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ശരിക്കും മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നാണ് മാഗ്നറ്റിക് ഫ്ലക്സിലേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് പോയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഇൻ എ സ്റ്റഡി സ്റ്റേറ്റ് സർക്യൂട്ട് വാട്ട് ഹാപ്പൻ ടു ദ കറന്റ് ത്രൂ ദ ഐഡിയൽ കപ്പാസിറ്റർ ആഫ്റ്റർ ലോങ് ടൈം. നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് സർക്യൂട്ടിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് കുറവാണ്. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ. ഈ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പാസിറ്ററിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ടുണ്ടായിരിക്കും, ഓപ്പൺ സർക്യൂട്ട് ആയിരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, അതില് ഇൻഡക്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഷോർട്ട് സർക്യൂട്ട് ആവുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആവാന്ന് പറയുമ്പോൾ എന്താണ്, കറന്റ് ബിക്കംസ് 0 ആയിട്ട് മാറും അല്ലെ. അതിന്റെ ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കറന്റ് ബിക്കംസ് എന്താ മാറുന്നുണ്ടായിരിക്കാം, ഇൻഫിനിറ്റ് ആയിട്ട് കറന്റ് അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫ്ലോ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരുന്നുണ്ടാവും. അപ്പൊ DC സ്റ്റഡി സ്റ്റേറ്റ് സർക്യൂട്ട് വാട്ട് ഹാപ്പൻ ടു ദ കറന്റ് ത്രൂ ദ ഐഡിയൽ കപ്പാസിറ്റർ ആഫ്റ്റർ ലോങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഐഡിയൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഐഡിയൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസെപ്റ്റ് എഴുതേണ്ടത് ഷോർട്ട് നമുക്ക് എഴുതേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഓപ്പൺ സർക്യൂട്ട് എന്നുള്ള കൺസെപ്റ്റിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അത് ഓർത്ത് വെക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. എന്തുകൊണ്ട് ഇത് 0 ആവുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫുള്ളി ചാർജ്ഡ് ആവുന്നുണ്ടായിരിക്കും. ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, കടത്തില്ല. ഇനിയിപ്പോ അതല്ലാതെ തന്നെ നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ DC കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാലേ, ഇപ്പൊ X is equal to 1/2πfc എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അറിയാലോ. അപ്പൊ അതിനകത്ത് DC-യുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ഫ്രീക്വൻസി ആണ് വരുന്നുണ്ടായിരിക്കാം. 0 ഫ്രീക്വൻസി ആണ് വരുന്നത് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് അവിടെ വരിക. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ സർക്യൂട്ട് ആണ്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. അതായത് 0 കറന്റ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതും കൂടി വെച്ചിട്ട് നമുക്ക് ആൻസർ എഴുതാം. ശരിക്കും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പരിപാടി അതാണ്. കാരണം നമ്മൾ പഠിച്ചു പോകുന്ന നമ്മളെ ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു പോകുന്ന അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസിനൊന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ഒന്നുകൂടി ഇക്വേഷൻ വൈസ് ആയി നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ.
കാര്യം എന്ന് പറയുന്നത്. ഇനി അത് XL ഇസിക്കൽ എന്താ വരുന്നുണ്ടായിരിക്കാം, സോറി XL ഇസിക്കൽ 1 അല്ല 2πfl അല്ല വരിക, 2πfl അല്ല വരിക. അപ്പൊ XL ഇസിക്കൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വാട്ട് ഹാപ്പൻസ് കറന്റ് ത്രൂ ദ ലോങ് ടൈം എന്നാണ് ചോദിച്ചുള്ളത് അല്ലെ. സ്റ്റഡി DC ആവുന്ന സമയത്ത് ഫ്രീക്വൻസി എന്തായിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും 0 ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് റെസിസ്റ്റൻസ് 0 എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിന് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുന്നത് അല്ലെ. ഇതെല്ലാം ഐഡിയൽ കണ്ടീഷൻ ആണ് കേട്ടോ, എല്ലാ ഐഡിയൽ കണ്ടീഷൻ ആണ് പറയുന്നത്. കാരണം അത് നമ്മൾ ഇതിന് മാത്രമല്ല, നിങ്ങൾ സർക്യൂട്ടിന്റെ കേസിൽ ഓപ്പൺ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ടിൽ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിലും ഐഡിയൽ കണ്ടീഷൻ എടുത്തിട്ടാണ് ആൻസർ എഴുതേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, when capacitors are connected in parallel, which of the following statement is true? The charge on each capacitor is the same. The voltage across each capacitor is the same. The equivalent capacitance is less than the smallest individual capacitance. The total energy stored in the combination is less than the energy stored in any individual capacitor. Any individual capacitor. എന്താ വരുന്നുണ്ടായിരിക്കും അതിന്റെ ആൻസർ? എന്താ വരുന്നുണ്ടായിരിക്കാം? കപ്പാസിറ്റർ പാരലൽ ആയിട്ടല്ലേ വരുന്നത്. കപ്പാസിറ്റർ പാരലൽ ആയിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? ചാർജിന്റെ കേസിലേക്ക് നോക്കുമ്പോഴേ ചാർജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല കേട്ടോ, ചാർജ് സെയിം ആയിരിക്കില്ല. വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഇസ് സെയിം ആയിരിക്കും. അത് ചാർജ് എന്തുകൊണ്ട് സെയിം ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, Q = C × V എന്നാണല്ലേ നമുക്ക് പറയുന്നത്. സോറി, C = Q/V ആണ്, അത് Q = C × V എന്നാണല്ലേ പറയുന്നത്. C × V എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ ഓരോന്നിനും കപ്പാസിറ്റൻസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഒരേ പാരലൽ കപ്പാസിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ചാർജ് എന്ത് ചെയ്യും, മാറും. പിന്നെ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഇസ് ലെസ് ദാൻ ദ സ്മാളസ്റ്റ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് സീരീസിലാണ് വരിക. സീരീസിലാണ് അങ്ങനെ സംഭവിക്കുക. കാരണം നമ്മൾ രണ്ടും റെസിസ്റ്ററിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ രണ്ട് ഇക്വേഷൻ അല്ലേ വരുന്നുണ്ടാവുക. പിന്നെ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കോമ്പിനേഷൻ ഓഫ് ലെസ് ദാൻ ദ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റർ എന്നാണ് പറഞ്ഞത്. അതും അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് എന്ത് ചെയ്യുക വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് പറയാം. നെക്സ്റ്റ്, which of the following factor does not directly affect the capacitance of a parallel plate capacitor? The area of the plate, the distance between the plate, the dielectric material between the plate and resistance of the plate. അല്ലെ, എന്തിനാണ് നമ്മൾ ഇപ്പൊ കപ്പാസിറ്റൻസിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം ε0 A/d അല്ലെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഒന്ന് ഇത് മെറ്റീരിയൽ ആണ്, ഇത് ഏരിയ ആണ്, ഇത് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഏരിയ പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഡയലക്ട്രിക് മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ ഏത് വരുന്നുണ്ടായിരിക്കാം? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. റെസിസ്റ്റൻസ് ഓഫ് ദ പ്ലേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അത് ഏതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നല്ല ചോദിച്ചത്. അപ്പൊ കപ്പാസിറ്റൻസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ε0 A/d എന്നുള്ള ഇക്വേഷൻ ആണ് വരുന്നുണ്ടാവുക. അതായത് ഏരിയ, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ മെറ്റീരിയൽ, മൂന്നും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ് ചെയ്യാത്തത് റെസിസ്റ്റൻസ് മാത്രമായിരിക്കും. നെക്സ്റ്റ്, why do paramagnetic materials show temporary magnetism? Due to complete electron shells, because they contain ferromagnetic domains, due to unpaired electrons aligning with an external magnetic field, and due to opposition to magnetic field. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. Why do paramagnetic materials show temporary magnetism എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ടെമ്പററി മാഗ്നറ്റിസം ആണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പററി മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താണ്, സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ കാണിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽസിനാണ് നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ടെമ്പററി മാഗ്നറ്റിസം കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് ആ ഒരു പെയറിംഗ് ആണ് അല്ലെ, ഡൊമൈൻ പോളിന്റെ അറേഞ്ച്മെന്റ് ആണ്. അതായത് ഡ്യൂ ടു അൺപെയർഡ് ഇലക്ട്രോൺസ് അലൈനിങ് വിത്ത് ആൻ ഇലക്ട്രോൺ വിത്ത് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഒരു അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് അലൈൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അതാ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും അൺപെയർഡ് ആയിട്ട് തന്നെ പോകും, അല്ലെങ്കിൽ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എപ്പോഴും ഒരു ടെമ്പററി മാഗ്നറ്റിസം അവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാം, ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഫെറോ മാഗ്നറ്റിസം മെറ്റീരിയൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു ക്യൂറി ടെമ്പറേച്ചറിന് മീതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇതാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന്റെ ഒരു അലൈൻമെന്റ് മാറും. അതുകൊണ്ട് അതൊരു പാരാ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. അതും കൂടെ നോർത്ത് വെക്കുക, അതും ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ്, എ കോയിൽ വിത്ത് ടേൺ 100 turns and area of 0.01 meter square is placed in a uniform magnetic field. If the magnetic field changes from 0.2 Tesla to 0.8 Tesla in 0.1 second, then calculate the induced EMF എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 100 ടേൺസ് ആണുള്ളത്, ഏരിയ 0.01. അപ്പൊ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ് അല്ലെ, d∅ by dt. ഈ ഒരു ഇക്വേഷൻ ആണുള്ളത്. ഈ ഇക്വേഷനില്
ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫ്ലക്സിന് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ BA cos തീറ്റ അതാണ് നമ്മൾ ഇക്വേഷൻ അല്ലെ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മളോട് ഫ്ലക്സ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, അതിന് പകരം ടെസ്ലയാണ് തന്നിട്ടുള്ളത്, B ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ ഒന്ന് മാറ്റം വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ആക്കി അല്ലെ, DBA. പിന്നെ കോസ് തീറ്റയുടെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്ലേസ്ഡിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇതിൽ വേറെ അങ്ങനെ ഡയറക്ഷന്റെ കാര്യങ്ങളൊന്നും എടുത്ത് പറയാത്തതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, എടുക്കാം. കാരണം അത് ചേഞ്ച് വരുന്ന ഡയറക്ഷന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിത് എങ്ങനെ തന്നെ എടുത്താൽ മതി. പിന്നെ ഒരു DT നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് വരുമ്പോ N എന്ന് പറയുന്നത് നമുക്കറിയാം. പിന്നെ മൈനസ് നമ്മൾ ഇവിടെ അധികം ക്വസ്റ്റ്യനിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മൈനസ് നമുക്ക് അങ്ങനെ ആൻസറിൽ നോക്കുക, നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് വരുന്നുണ്ടോ, നമുക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കുറച്ചും കൂടി ഡിഗ്രി ലെവൽ എക്സാംസ്, പക്ഷേ ഇതൊക്കെ ഒരു ഡിഗ്രി ലെവൽ എക്സാം ഡയറക്റ്റ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് കേട്ടോ. അതാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു IT ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഡിഗ്രി ലെവൽസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഡിഗ്രി ലെവലിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അതാണ് ഇപ്പൊ IT ലെവൽ എക്സാമിന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ചേഞ്ച് ആണ്. ആ ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ചേഞ്ച് ആണ്. കാരണം ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് IT ലെവലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് നല്ലൊരു ചേഞ്ച് ആണ് അത്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ആ ഒരു ലെവലിലേക്ക് ഒന്ന് എത്തിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് വലിയ പ്രോബ്ലം അല്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 100 ടേൺസ് ആണ്. പിന്നെ DBA എന്ന് പറയുമ്പോൾ A കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് 0.01 ഇവിടെ തന്നെ എഴുതി. പിന്നെ DB/dt ആണ്, അത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2 മൈനസ് 0.2 0.8 മൈനസ് 0.2 ആണ് കിട്ടുക, അതായത് 0.6 ആണ് കിട്ടുക. 0.6 എന്ന് പറയുമ്പോൾ അത് 0.1 സെക്കൻഡിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എഴുതുന്ന സമയത്ത് 100 into 0.01 into 0.06 divided by 0.6 divided by 0.1 എന്നാണ് കിട്ടുക. നമുക്ക് 6 വോൾട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. 6 വോൾട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which installation test is conducted to check whether switches are connected in phase or live line? Insulation test, earth continuity test, leakage test and polarity test. ഏത് ടെസ്റ്റ് ആണ്? പൊളാരിറ്റി ടെസ്റ്റ് ആണ് അല്ലെ. പൊളാരിറ്റി ടെസ്റ്റ് ആണ് നമ്മളെ എർത്ത് സ്വിച്ചിലാണോ, എർത്തിലാണോ ഫേസിലാണോ ന്യൂട്രലാണോ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ള എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് പൊളാരിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. നമ്മളെ സാധാരണ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റർ പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ടെസ്റ്റ് ലാമ്പുകളൊക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ആ ചെയ്യുന്ന മെത്തേഡും അത് നമ്മൾ നോർമലി കുറച്ചും കൂടി മെത്തേഡ് വെച്ചിട്ട് പൊളാരിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യുന്നുണ്ടാവും കേട്ടോ. നെക്സ്റ്റ്, ഇൻ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേഷൻ പ്രിൻസിപ്പിൾ വെൻ ദ കോയിൽസ് ആർ മൂവിംഗ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, which of the following statement are correct? It cut no lines of bolts and no voltage is generated in this instant. Cut maximum number of lines of force. Parallel ആണ്, പാരലൽ ആവുന്നതുകൊണ്ട് നമുക്ക് അറിയാം എന്താണ് 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. കാരണം പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്ത് പറയാം, നമുക്ക് പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്ന പറയുമ്പോൾ അവിടെ ഒരു N5 എന്ന് പറയുന്നത് ചേഞ്ച് ഉണ്ടാവില്ല, ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാവില്ല. ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാവില്ല അല്ല, ചേഞ്ചിങ് ഫ്ലക്സ് കട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ B ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the statement is not true for system earthing? Used in generating station and substation, protect the system when the fault occurs, maintain the ground at zero reference potential, earthing of non-current carrying metal works and conductors essential for safety എന്നാണ് പറയുന്നത്. which of the statement is not true for system earthing എന്നാണ്. സിസ്റ്റം എർത്തിങ് നോട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണ് നമുക്കറിയാം. സിസ്റ്റം എർത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റേഷൻ ജനറേറ്റിംഗ് സ്റ്റേഷനൊക്കെ ചെയ്യുന്ന എർത്തിങ് ആണ്. സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ലൈവ് കണ്ടക്ടറിനെ എർത്ത് ചെയ്യുന്ന മെത്തേഡ്. ലൈവ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂട്രൽ കണ്ടക്ടറിനെ എർത്ത് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത്. ഫാൾട്ട് ഓഫ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും സീറോ റെഫറൻസ് പൊട്ടൻഷ്യൽ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലെ. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ ഏതാ വരുന്നുണ്ടായിരിക്കാം, നമുക്ക് നോൺ കറന്റ് ക്യാരിങ് മെറ്റൽ വർക്കുകൾക്കൊന്നും, അതായത് നമ്മളെ ആക്സസറീസുകൾക്കൊന്നും എക്യുപ്മെന്റ്സുകളൊന്നും എർത്ത് ചെയ്യുന്ന മെത്തേഡ് ഇതല്ല കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യാണ്, എക്യുപ്മെന്റ് എർത്തിങ് എന്നാണ് പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ സബ് സ്റ്റേഷനുകളൊക്കെ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ D ആണ് ഇതിനകത്ത് വരുന്ന ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. which of the following method is or are used for marked horizontal runs? ഹൊറിസോണ്ടൽ റൺ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും ഇതിനകത്ത്, ഏതായിരിക്കും, സ്പിരിറ്റ് ലെവലും വാട്ടർ ലെവലും ആണ് കേട്ടോ. സ്പിരിറ്റ് ലെവലും വാട്ടർ ലെവലും ആണ് ഹൊറിസോണ്ടലി ഉള്ള റണ്ണ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ
സാധാരണ വെർട്ടിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്ലം ബോംബാണ് നമ്മൾ യൂസ് ചെയ്യുക. പ്ലം ബോംബാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹൊറിസോണ്ടൽ ആണെങ്കിൽ സ്പിരിറ്റ് ലെവൽ, വാട്ടർ ലെവലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്പിരിറ്റ് ലെവൽ വെർട്ടിക്കലും പറ്റും കേട്ടോ. അപ്പൊ അത് സ്പിരിറ്റ് ലെവൽ ആൻഡ് പ്ലം ബോംബ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വെർട്ടിക്കൽ റൺസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റിലേറ്റഡ് ടു അലുമിനിയം? അലുമിനിയം ആയിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെ. ബെസ്റ്റ് കണ്ടക്ടിവിറ്റി നെക്സ്റ്റ് ടു സിൽവർ, ലൈറ്റർ ഇൻ വെയിറ്റ് ആൻഡ് ആസ് 60.6% conductivity compared to copper, largest current density per area compared to other metals, best conductor of electricity. ഓക്കെ, ഏതാ വരുന്നുണ്ടായിരിക്കാം? ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ തന്നെ 60.6% കണ്ടക്ടിവിറ്റി. ഇത് നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ആണ് ഇത് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ കോപ്പറും അതേപോലെ തന്നെ അലുമിനിയം തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ. ഇതിപ്പോ ശരിക്കും തേർഡ് മോഡ്യൂളിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫോർത്ത് മോഡ്യൂളായിട്ടില്ല, നമ്മളെ വയറിംഗ് പറയുന്ന മോഡ്യൂളിലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിക്കാറുണ്ട്. ഇതിന്റെ കുറെ കമ്പാരിസൺ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെ തന്നെ ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എങ്ങനെ മോഡ്യൂൾ വൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡ് എന്ന് പറയുന്നത് കറക്റ്റ് കോഡിലായിരിക്കും വരുന്നുണ്ടാവുക. കറക്റ്റ് ആയിട്ട് നമ്മളെ സിലബസ് പ്രകാരം ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലാണ് വരുന്നുണ്ടാവുക. അപ്പൊ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, സം സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് ആർ designated as 10 square millimeter, cables of size 7/70. What does 70 denote? Area of cross section of wire, number of conductors, diameter of conductor in mm, and diameter of conductor in SWG. SWG ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതാ വരുന്നുണ്ടായിരിക്കാം? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. SWG നമ്പർ ആണ്, ഡയമീറ്റർ ഓഫ് കണ്ടക്ടർ ഈച്ച് കണ്ടക്ടർ ഇൻ SWG. ഓരോ കണ്ടക്ടറിനെയും SWGയുടെ നമ്പർ ആയിരിക്കും ഈ 17 ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. 17 ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് factors is not related to current carrying capacity of cable? Type of conductor, type of insulation, height of cable run, and number of cables in branches. ഏതാണ് വരുന്നുണ്ടായിരിക്കുക? നമ്മൾ കറന്റ് കാരിങ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തതെന്നാണോ ചോദിച്ചിട്ടോ. കറന്റ് കാരിങ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തതാണ്. അപ്പൊ ടൈപ്പ് ഓഫ് കണ്ടക്ടർ കറന്റ് കാരിങ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലെ. കണ്ടക്ടറിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കറന്റ് കാരിങ് കപ്പാസിറ്റി മാറുന്നുണ്ടായിരിക്കും. പിന്നെ ടൈപ്പ് ഓഫ് ഇൻസുലേഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്പർ ഓഫ് കേബിൾസ് ഇൻ ബ്രാഞ്ചസും വരുന്നുണ്ട്. അപ്പൊ അത് വരാത്തത് ഹൈറ്റ് ഓഫ് കേബിൾ റൺ ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഹൈറ്റ് ഓഫ് കേബിൾ റൺ നമുക്കൊരു പ്രശ്നമല്ല അല്ലെ. എത്ര ഹൈറ്റ് കൂടെ പോകണം എന്നുള്ളത് നമ്മൾ കറന്റ് കാരിങ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൗ റെക്കമെൻഡ് ദാറ്റ് കറന്റ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് ലൈക്ക് MCB ആൻഡ് RCB കേട്ടോ. HRC. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാതെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ആൻസർ പറയാണ്. ഇനി നിങ്ങൾ വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ കൂടി. MCB ആൻഡ് HRC എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളെ സാധാരണ കിറ്റ്കാറ്റ് ഫ്യൂസ് അല്ലെങ്കിൽ റീവയറബിൾ ഫ്യൂസ് പറയാതെ MCB ആൻഡ് HRC പറയുകയാണെങ്കിൽ അത് ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആയിരിക്കും. കിറ്റ്കാറ്റ് അല്ലെങ്കിൽ നമ്മൾ റീവയറബിൾ ഫ്യൂസ് ആണ് പറയുന്നുണ്ടെങ്കിൽ അത് കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക, അവിടെ നിന്ന് തന്നെ ഓർത്ത് വെക്കുക. പിന്നെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ തന്നെയാണ് വരിക. ക്ലോസ് ആണെങ്കിൽ ക്ലോസ് ആവുന്ന പെട്ടെന്ന് ക്ലോസ് ആവുന്ന മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്? MCB HRC ഓർത്ത് വെക്കുക കേട്ടോ. പെട്ടെന്ന് ക്ലോസ് ആവുന്ന മെത്തേഡാണ് MCB HRC എന്ന് പറയുന്നത്. അപ്പൊ ക്ലോസ് എന്ന് പറയുമ്പോൾ ക്ലോസ് പെട്ടെന്നാവുന്ന മെത്തേഡിൽ MCB HRC ഓർത്ത് വെക്കുക. കോഴ്സ് എന്ന് പറയുമ്പോൾ അതവിടെ എന്താണ്? പെട്ടെന്ന് ക്ലോസ് ആവില്ല, അതായത് റീവയറബിൾ ആണ്. പെട്ടെന്ന് ക്ലോസ് ആവാതെ ഒരു ടൈം എടുത്തിട്ടാണ് ക്ലോസ് ആവുന്നത്. ഈ പറഞ്ഞതിൽ വേറൊരു പോയിന്റ് കൂടി അവിടെ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ആ റേറ്റഡ് കറണ്ട് 4 hours ടൈമും കൂടി നമുക്ക് വെച്ചിട്ട് അവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതും കൂടി വെച്ചിട്ടാണ്, കാരണം ഹീറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ആ ഒരു മെത്തേഡാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിൽ പറയുന്നത് കാർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് പറയുന്നത് ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഓർത്തേക്കാൻ ജസ്റ്റ് ഒരു അങ്ങനെ ഓർത്തേക്കാം, രണ്ടും കൂടി മറന്നു പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, വിച്ച് റെഫേഴ്സ് ടു IS 694 പാർട്ട് 1 1964 റൂൾസ് ഓഫ് വർക്കിംഗ്, ബാക്ക്ലൈറ്റ് സ്വിച്ചിങ്, അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, PVC ഇൻസുലേറ്റർ, കോപ്പർ അലുമിനിയം, കേബിൾ സൈസ് കേട്ടോ. കോപ്പറിന്റെ അലുമിനിയം കേബിൾ സൈസുമായിട്ട് റിലേറ്റഡ് ആണ് 1964 694 വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് അല്ല, PVC ഇൻസുലേറ്റർ, കോപ്പർ. സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമുക്ക് എർത്തിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ ഓർത്ത് വെക്കാം. അതിന്റെ റൂൾസും അതുപോലെ തന്നെ അതിന്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെജിസ്റ്റ് 33 കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെയാണ് റൂൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. അപ്പൊ അത് ഇനിയിപ്പോ IS റൂൾ എല്ലാം കൂടെ പഠിച്ചു വെക്കാനൊന്നും വേണ്ട, അത് നമുക്ക് അത്രയൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരില്ല. പക്ഷെ ഈ വയറിങ് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് റൂൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് റൂൾസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എല്ലാ റൂളും കൂടി നമ്മൾ പഠിച്ചു വെച്ചിട്ട് വെറുതെ നമുക്ക് ഇതാക്കണ്ട, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിക്കില്ല, നമുക്ക് ആ റൂള് പറയുന്നില്ല. അപ്പൊ അത് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ശരിക്കും പറഞ്ഞ ടൈപ്പ് ഓഫ് വയറിങ് മാത്രമേ പറയുന്നുള്ളൂ.
അപ്പൊ അത് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് വയറിംഗ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്താൽ പഠിച്ചു വെച്ചാണ് കേട്ടോ. കാരണം ഇത് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ വന്നല്ലോ, ഇതിൽ അങ്ങനെ സിലബസ് ഓറിയന്റഡ് ആയിട്ടില്ലാതെ വല്ലാതെ സിലബസ് വേരിയേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വിച്ച് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാൻഡേർഡ് കണ്ടക്ടർ? റിജിഡ്, മോർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലെസ് മെക്കാനിക്കൽ സ്ട്രെങ്ത്, നൺ ഓഫ് ദീസ്. ഏതാ വരുന്നുണ്ടാവുക? വിച്ച് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ആണ് വെച്ചാൽ അത് അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് മെക്കാനിക്കൽ സ്ട്രെങ്ത് തന്നെയാണ് അല്ലെ സ്റ്റാൻഡേർഡ് കണ്ടക്ടറൈസിൽ. ശരിക്കും അഡ്വാൻറ്റേജ് ഇതല്ല കേട്ടോ. നമുക്ക് ശരിക്കും ഈ സ്റ്റാൻഡേർഡ് കണ്ടക്ടറിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വരാം ഫ്ലെക്സിബിലിറ്റി ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന വേർഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഇത് ചേഞ്ച് വന്നാണ് മെക്കാനിക്കൽ സ്ട്രെങ്ത്തിന്റെ കേസിൽ. അപ്പൊ മെക്കാനിക്കൽ സ്ട്രെങ്ത് സിംഗിൾ കേബിൾ ആകുമ്പോൾ അതിനെക്കാളും മെക്കാനിക്കൽ സ്ട്രെങ്ത് സ്റ്റാൻഡേർഡിന് കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. സ്റ്റാൻഡേർഡിന് തന്നെയാണ് കൂടുതൽ വരട്ടെ. കാരണം സിംഗിൾ കേബിൾ ആണെങ്കിൽ പെട്ടെന്ന് ഒടിച്ച് മടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും പൊട്ടിപ്പോകും. അതുണ്ടാവില്ല സ്റ്റാൻഡേർഡ് ആവുന്ന സമയത്ത്. നമുക്ക് അത് ഫ്ലെക്സിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതാണ് കൂടുതലായിട്ട് ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത്. ചെറിയൊരു ചേഞ്ച് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. നെക്സ്റ്റ്, വാട്ട് ഇസ് ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? BLV cos theta, BLV sin theta, BL sin theta, BLV sin theta, BLV വോൾട്ട്. ഏതാ വരുന്നുണ്ടായിരിക്കുക? BLV sin theta ആണ് കേട്ടോ. BLV sin theta ആണ്. BLV sin theta ആണ്. അത് തെറ്റിപ്പോയത്. BL എന്ന് പറയുന്നത് നമുക്ക് അതില് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതുപോലെ തന്നെ ലെങ്ത്, നമുക്ക് വെലോസിറ്റി, ഇത്ര കാര്യങ്ങളാണ് അതിൽ വരുന്നുണ്ടാവുക. പിന്നെ എന്ത് വേണം? സൈൻ തീറ്റയുടെ ആ ഒരു ആംഗിൾ അല്ലെ, എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ള ഒരു ആംഗിളും കൂടി നമുക്ക് അവിടെ വരും. BLV sin theta വോൾട്ട് ആണ് വരുന്നുണ്ടാവുക കേട്ടോ. നെക്സ്റ്റ്, ഹൗ ഇന്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ എ DC ജനറേറ്റർ? ഇൻ സീരീസ് വിത്ത് ഷണ്ട്, ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ, ഇൻ പാരലൽ വിത്ത് ആർമേച്ചർ ആൻഡ് ഇൻ പാരലൽ വിത്ത് ഷണ്ട്. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇന്റർപോൾസ് കണക്ട് ചെയ്യുക. ഇന്റർപോൾസ് നമ്മള് ഇങ്ങനെ ഇന്റർപോൾ വന്ന്, സോറി ഇത് ഇന്റർപോൾ ആയില്ല, ഇങ്ങനെ നമ്മൾ ഇന്റർപോൾ വരച്ച് ഇന്റർപോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ആർമേച്ചറിലേക്ക് വന്ന് ആർമേച്ചറിന്ന് ഇങ്ങനെ വന്ന് നെക്സ്റ്റ് ഇന്റർപോളിന്റെ മറ്റേ ഇത് ഇവിടെ കണക്ട് ചെയ്ത് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ എടുത്ത് പോകും അല്ലെ. അപ്പൊ എങ്ങനെ ഇത് കണക്ഷൻ വരുന്നത്? സീരീസ് വിത്ത് ആർമേച്ചർ ആണ് വരിക കേട്ടോ. ഓക്കെ, സീരീസ് വിത്ത് ആർമേച്ചർ. ഹൗ ഇന്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ DC ജനറേറ്റർ? സീരീസ് വിത്ത് ആർമേച്ചർ. ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടാവുക. പോളിന് പൊളാരിറ്റി എങ്ങനെ വരുന്നുണ്ടാവുക? സെയിം പൊളാരിറ്റി അല്ലെ. ഹൗ ഇന്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ DC ജനറേറ്റർ? സോറി, ക്വസ്റ്റ്യൻ മാറിട്ടോ. ഹൗ ഇന്റർപോൾസ് അല്ല, ശരിക്കും കോമ്പൻസേറ്റീവ് വൈൻഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് കൊടുത്ത് 2 ക്വസ്റ്റ്യൻ ഒന്നായിപ്പോയി. അത് എന്തിനാണ് കോമ്പൻസേറ്റീവ് വൈൻഡിങ് കൊടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അത് ന്യൂട്രലൈസ് ദ മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഓപ്ഷൻ ബി കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എന്നെ ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ അതിൽ മാറിപ്പോയതാണ്. കോമ്പൻസേറ്റീവ് വൈൻഡിങ് നമ്മൾ കൊടുക്കുന്നത് ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ന്യൂട്രലൈസിങ് ദ ഡിമാഗ്നറ്റിക് എഫക്റ്റ് ആണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഹൗ ദ ഇന്റർപോൾസ് നമ്മൾ നേരത്തെ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് വരുന്നത് അവിടെ ഡിമാഗ്നറ്റിക് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്തുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. നമുക്ക് ആ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒന്നുകൂടി പറയാം. വിച്ച് റോൾ ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ ഇൻ DC മോട്ടോർ? റൈറ്റ് ഹാൻഡ് പാം റൂള്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. ഏറെ വരുന്നുണ്ടായിരിക്കുക? ഡിറ്റർമൈൻസ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ ഇൻ DC മോട്ടോർ. ഒന്നും നോക്കാല്ല, മോട്ടോറിന്റെ ഡയറക്ഷൻ പറയുകയാണ്. അത് ആർമേച്ചർ ആണെന്നുണ്ടെങ്കിൽ ആർമേച്ചർ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആർമേച്ചറിന്റെ ഡയറക്ഷൻ വരുന്നുണ്ട്, അത് ഏതായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും. അതോടെ നമുക്ക് ഡൗട്ട് ഇല്ല. പക്ഷെ ഡൗട്ട് ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് വിച്ച് റൂൾ ഡിറ്റർമൈൻസ് ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ എ DC മോട്ടോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്താണ് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടായത്. കാരണം PSC ക്വസ്റ്റ്യൻ റിവേഴ്സ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണത്. ആൻസർ കീ റിവേഴ്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. വിച്ച് റൂൾ ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ എ DC മോട്ടോർ? പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്തേ. വിച്ച് റൂൾ ഡിറ്റർമൈൻസ് ഡയറക്ഷൻ ഓഫ് കറന്റിന്റെ DC മോട്ടോർ? ഏതാ വരുന്നുണ്ടായിരിക്കുക? ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴേ അതില് ഡയറക്ഷൻ ഓഫ് കറന്റ് എന്ന് പറയുന്നത് മോട്ടറിന് എന്താണ് ഇതന്നെ വരുന്നുള്ളൂ. നമ്മളെ മറ്റുള്ള ഡയറക്ഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ കറന്റും വോൾട്ടേജും കറന്റും മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ അതിന്റെ ഒരു റൊട്ടേഷന്റെ ഡയറക്ഷനും ഒക്കെ വരുന്നത്, അതായത് ആ ഒരു മോഷൻ ഡയറക്ഷൻ പോലും പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് മാത്രമേ പറയുള്ളൂ. അതിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ജനറേറ്ററിലേക്ക് പോയി അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യം, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-നനുസരിച്ച് കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ പറയുമ്പോഴേ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആദ്യം PSC വരുന്നു, പിന്നെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അതിൽ റിട്ടേൺ ചെയ്ത് വന്നതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ മാത്രമേ മോട്ടറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ നെസസറി ഓഫ് സ്റ്റാർട്ടർ ഫോർ DC മോട്ടോർ? സോറി, സ്റ്റാർട്ടർ ഫോർ DC മോട്ടോർ. സ്റ്റാർട്ടർ അല്ല, സ്റ്റാർട്ടർ ഫോർ DC മോട്ടോർ.
ലിമിറ്റ് ദ ആർമേച്ചർ കറന്റ്, ലിമിറ്റ് ദ ഫീൽഡ് വോൾട്ടേജ്, കൺട്രോൾ ദ മോട്ടോർ സ്പീഡ് ആൻഡ് ലിമിറ്റ് ദ ഫീൽഡ് കറന്റ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്? ആർമേച്ചറിലുള്ള കറന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർമേച്ചറിൽ എന്ത് ചെയ്യും, ഒരു ഹെവി കറന്റ് വരുന്നുണ്ടായിരിക്കും. ആ കറന്റ് നമുക്കൊരു കൺട്രോളബിൾ ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ലിമിറ്റ് ദ ആർമേച്ചർ കറന്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, വൈ ദ DC സീരീസ് മോട്ടോർ ഫീൽഡ് വൈൻഡിങ് ഈസ് ബൗണ്ട് വിത്ത് തിക്ക് വയർ ടു regulate field voltage to reduce the armature reaction to carry the load current to keep maximum inductance അല്ലെ. എന്താണ് നമുക്കറിയാം, സീരീസ് മോട്ടറിൽ നമ്മൾ ഇതാണ് ഫീൽഡ് എന്നുണ്ടെങ്കിൽ ഇതാണ് സീരീസ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുക്കുന്നത്, കാരണം ഈ ആർമേച്ചറിലൂടെ പോകുന്ന കറന്റ് ഫുൾ ആയിട്ട് ഇതിലൂടെ പോകുന്നുണ്ടായിരിക്കും, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫീൽഡ് വൈൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിന് ആ ഒരു കറന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിക്കായിട്ടുള്ള വയറിംഗ് അവിടെ കൊടുക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ തിക്കായിട്ടുള്ള വയർ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ടു ക്യാരി ദ ലോഡ് കറന്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. നെക്സ്റ്റ്, വൈ ദ ന്യൂലി റീവൗണ്ട് ആർമേച്ചർ മസ്റ്റ് ബി പ്രീ ഹീറ്റഡ് ബിഫോർ വാർണിഷിംഗ്, മേക്ക് ഈസി ടു പെനട്രേറ്റ് വാർണിഷ് ഇൻസൈഡ്, മേക്ക് യൂണിഫോം സ്പ്രെഡിങ് ഓഫ് വാർണിഷ്, ഹെൽപ്പ് ഫോർ ക്വിക്ക് ഡ്രൈയിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് വാർണിഷ് ആൻഡ് ഡ്രൈവ്സ് ഔട്ട് മോയ്സ്ചർ ഫ്രം ഇറ്റ് അല്ലെ. അപ്പൊ എന്താ ചോദിച്ചുള്ളത്, വൈ ന്യൂലി റീവൗണ്ട് ആർമേച്ചർ മസ്റ്റ് ബി പ്രീ ഹീറ്റഡ് ബിഫോർ വാർണിഷിംഗ് എന്നാണ് ചോദിച്ചുള്ളത്. കാരണം ഒന്നുമില്ല, ഡ്രൈവ്സ് ഔട്ട് ദ മോയ്സ്ചർ ഫ്രം ഇറ്റ്, അതിന് മോയ്സ്ചർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ വൈൻഡ് ചെയ്യുന്ന സമയത്ത് മോയ്സ്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, അത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മോയ്സ്ചർ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റീവൗണ്ട് ആ ഒരു വാർണിഷ് വെച്ചിട്ട് കൊടുക്കുന്നത്, വാർണിഷ് വെച്ച് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ക്യാൻ ദ എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ക്യാൻ ബി ന്യൂട്രലൈസ്ഡ് ഇൻ ലാർജ് DC മോട്ടോർസ്. കണ്ടോ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു അല്ലെ. അത് നമ്മൾ ചോദിച്ചു ആർമേച്ചർ റിയാക്ഷൻ എഫക്ട്, അവിടെ ഡിമാഗ്നറ്റൈസിങ് എഫക്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മളോട് ഹൗ ക്യാൻ ദ എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഓഫ് ന്യൂട്രലൈസ്ഡ് ഇൻ എ DC ജനറേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആർമേച്ചർ റിയാക്ഷൻ ഈ ഒരു ഡിമാഗ്നറ്റൈസേഷൻ എഫക്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടായിരിക്കാം, അത് ആ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിന്റെ പർപ്പസ് ആയിട്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചെന്താണ്, എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാന്നാണ് ചോദിച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്, ഒരു കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുക്കും അല്ലെ, ഒരു കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് കൊടുക്കും. അപ്പൊ നമുക്ക് വരുന്ന ഒരു എഫക്ട് ആർമേച്ചർ റിയാക്ഷൻ മൂലം ഉണ്ടാവുന്ന എഫക്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡിമാഗ്നറ്റൈസിങ് എഫക്ട് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ മാറിപ്പോയി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ സെയിം കൺസെപ്റ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അതായത് രണ്ട് കാര്യങ്ങളാണ്, ഒന്നില് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്തിനാ യൂസ് ചെയ്യുന്നത് ചോദിച്ചു, രണ്ടാമത്തത് ഡിമാഗ്നറ്റൈസിങ് എഫക്ട് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന ആർമേച്ചർ റിയാക്ഷന്റെ എഫക്ട് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ രണ്ടും ചെയ്യുന്ന എന്താണ്, ഒരേ സാധനം തന്നെയാണ്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആണ് ഡിമാഗ്നറ്റൈസിങ് എഫക്ട്, അതായത് ആർമേച്ചർ റിയാക്ഷൻ കാരണമാണ് ഡിമാഗ്നറ്റൈസിങ് എഫക്ട് ഉണ്ടാവുന്നത്, അത് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെ. മെയിൻ ഫ്ലക്സും അതുപോലെ തന്നെ ഫീൽഡ് ഫ്ലക്സും തമ്മിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ, അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ യൂസിങ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, what is the effect if the shunt field resistance is above critical resistance value in a DC generator? Generator fails to build up voltage, generator build up voltage normally and output voltage is pulsating, output voltage is above normal. എന്താ വരുന്നുണ്ടായിരിക്കുക, ഓക്കെ, ഇതാണ് ജനറേറ്റർ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യില്ല അല്ലെ. കാരണം ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഒന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഓർത്തിരിക്കണം, നല്ല വേർഡാണ്. പക്ഷെ നോർമലി നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി, റെസിസ്റ്റൻസ് കൂടുതലാകുമ്പോൾ അതിലൂടെ കറണ്ട് കുറയും, കറണ്ട് കുറയുമ്പോൾ അവിടെ ഫ്ലക്സ് കുറയും, ഫ്ലക്സ് കുറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, EMF ഇൻഡ്യൂസ് ചെയ്യില്ല. അത്രേ കൺസെപ്റ്റ് ഉള്ളൂ അതിനകത്ത് കേട്ടോ. കാരണം അത് പാരലലി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടല്ല വരുന്നത്. അപ്പൊ ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ് എന്നുള്ളതായിരിക്കും വരുന്നുണ്ടാവും. നെക്സ്റ്റ്, which is an essential part of an DOL starter, ടൈമർ, കൺട്രോളർ, ഫ്യൂസ് ആൻഡ് ഹാൻഡിൽ. ഏതാ വരുന്നുണ്ടായിരിക്കും എസെൻഷ്യൽ കൺട്രോളർ എന്ന് പറയുന്നത്, കൺട്രോളർ അല്ല, കോൺടാക്ടർ ആണ് വരുന്നുണ്ടാവുക അല്ലെ. DOL സ്റ്റാർട്ടറിൽ കോൺടാക്ടർ ആണ് വരുന്നുണ്ടാവുക. പിന്നെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, റിലേ ഭാഗം വരുന്നുണ്ടായിരിക്കും, പിന്നെ സ്വിച്ചിങ് വരുന്നുണ്ടായിരിക്കും. സ്വിച്ചിങ് എന്ന് പറയുന്നത് നോർമലി ഒരു NO/NC സ്വിച്ച് വരുന്നുണ്ടാവും അല്ലെ, ഇത് രണ്ടാണ് വരുന്നുണ്ടാവും. What is the primary advantage of three-phase induction motor over a single-phase induction motor? Higher efficiency, high starting torque, constant speed operation and self-starting capability. അപ്പൊ ത്രീ-ഫേസിന്റെ പ്രൈമറി അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചുള്ളത് കേട്ടോ. പ്രൈമറി അഡ്വാൻറ്റേജ് ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2022 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ
അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ പ്രൈമറി അഡ്വാൻറ്റേജ് എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഒരേ ആൻസർ ഇപ്പൊ തന്നെ നമുക്ക് നോക്കി അറിയാം, സ്റ്റാർട്ടിംഗ് ടോർക്ക്, എഫിഷ്യൻസി, ഇതൊക്കെ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. പക്ഷെ അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ പറയുന്ന കൺസെപ്റ്റ് എന്താണോ അതാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അത് എന്താ വരുന്നുണ്ടായിരിക്കാം, സെൽഫ് സ്റ്റാർട്ടിംഗ് ക്യാപ്പബിലിറ്റി ആണ്. അതായത് സെൽഫ് സ്റ്റാർട്ടിംഗ് എന്ത് ചെയ്യും, ഉണ്ടാവും എന്നുള്ളതാണ്. 3 ഫേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 3 ഫേസും സിംഗിൾ ഫേസും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആൻസർ ആയിട്ട് വരിക, സെൽഫ് സ്റ്റാർട്ടിംഗ് ക്യാപ്പബിലിറ്റി. ബാക്കിയൊക്കെ നമുക്ക് പറയാം, ഹയർ എഫിഷ്യൻസി ആണ് എന്നുള്ള പറയാം. പിന്നെ എഫിഷ്യൻസി, ഹയർ എഫിഷ്യൻസി എന്ന് പറയില്ല നമ്മളതിൽ, എന്നാലും നമുക്ക് എഫിഷ്യൻസിയുടെ കാര്യത്തിലും പറയാം, സ്റ്റാർട്ടിംഗ് ടോക്കിന്റെ കാര്യത്തിലൊക്കെ പറയാം. പക്ഷെ അതിൽ പ്രൈമറി നമ്മൾ പറയുമ്പോൾ സെൽഫ് സ്റ്റാർട്ടിംഗ് ക്യാപ്പബിലിറ്റി ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ പ്രൈമറി അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രൈമറി ഡിസ്അഡ്വാൻറ്റേജ് എന്താ എന്നുള്ള കൺസെപ്റ്റിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഹൗ മെനി എർത്ത് കണക്ഷൻ ഷുഡ് ബി ഡൺ ഇൻ എ 10 HP സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആസ് പെർ IE ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ 2, 1, 3, 4. ഏതാ വരുന്നുണ്ടായിരിക്കുക? 2 ആണ് കേട്ടോ, 2 ആണ്. ഓക്കെ, ഓപ്ഷൻ A 2 ആണ് വരുന്നുണ്ടാവും. വാട്ട് ഡസ് ഡെൽറ്റ സ്റ്റാർട്ടർ ഡു? ഇൻക്രീസ് ദ മോട്ടോർ സ്പീഡ്, പ്രൊവൈഡ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഇൻ സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിംഗ്, reduce starting current by connecting the motor to star during startup, starting voltage reduces up to 1%. അല്ലെ, ഏതാ വരുന്നുണ്ടാവുക? സ്റ്റാർട്ടിംഗ് കറന്റ് റെഡ്യൂസ് ചെയ്യുക അല്ലെ, റെഡ്യൂസ് സ്റ്റാർട്ടിംഗ് കറന്റ് കണക്ടിങ് ദ മോട്ടോർ ടു സ്റ്റാർ ഡ്യൂറിംഗ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർ കൊടുത്തിട്ട് സ്റ്റാർട്ടിംഗ് കറന്റ് എന്ത് ചെയ്യും, കുറയ്ക്കുകയാണ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ്, ഇൻ വിച്ച് 3 phase കണക്ഷൻ the line voltage is always √3 times the phase voltage. Delta connection, Scott connection, സ്റ്റാർട്ട് കണക്ഷൻ ആൻഡ് ഡെൽറ്റ ടു ഡെൽറ്റ കണക്ഷൻ അല്ലെ. ഏതാ വരുന്നുണ്ടായിരിക്കുക? വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകുന്ന ഏതാണ്? സ്റ്റാർ കണക്ഷനിലാണ് അല്ലെ. ലൈൻ വോൾട്ടേജും ലൈൻ കറന്റ് ഫേസ് കറന്റ് ഉണ്ടാകുന്നത് ഡെൽറ്റ കണക്ഷനിലാണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് പ്രൊട്ടക്ട് ഫ്രം ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഇൻ എ പാനൽ ബോർഡ്? ഐസൊലേറ്റിംഗ് സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, MCB. എന്താ വരുന്നത്? ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ആണ് വരുന്നത് അല്ലെ. പാനൽ ബോർഡിൽ ഓവർലോഡിംഗ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്, വേറെ ഒന്നും ഇല്ല അതിനകത്ത് അല്ലെ. ഓവർലോഡിംഗും ഷോർട്ട് സർക്യൂട്ട് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ ഐസൊലേറ്റർ ഉണ്ട്. ഐസൊലേറ്റർ നമ്മൾ ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ടിനല്ല യൂസ് ചെയ്യുന്നത് അല്ലെ, ഐസൊലേറ്റിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിമിറ്റ് സ്വിച്ച് ആണല്ലോ, ലിമിറ്റ് സ്വിച്ച് നമ്മൾ ആക്ച്വേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഓപ്ഷൻ D ആണ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് വരുന്നത് കേട്ടോ. അതിനൊപ്പം വിച്ച് സ്വിച്ച് വിത്ത് ആൻ ആക്ച്വേറ്റർ ഈസ് ഓപ്പറേറ്റഡ് ബൈ ദ മോഷൻ ഓഫ് എ മെഷീൻ ഓർ പാർട്ട് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ C ആണ് കേട്ടോ. ഓപ്ഷൻ C നേരത്തെ മാർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഓപ്ഷൻ C ആണ്, ഓപ്ഷൻ A ആണ്. അതായത് ലിമിറ്റ് സ്വിച്ച് കേട്ടോ, ഐസൊലേറ്റർ സ്വിച്ച്, സെൻസർ സ്വിച്ച്, ടോഗിൾ സ്വിച്ച്, ഇതിൽ ലിമിറ്റ് സ്വിച്ച് ആണ് വരിക. അതായത് നമ്മൾ ആക്ച്വേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്ന സ്വിച്ചുകളല്ലേ, അതിന് നമ്മൾ ലിമിറ്റ് സ്വിച്ച് എന്നാണ് പറയുന്നുണ്ടായിരിക്കുക. അതായത് മെക്കാനിക്കൽ മോഷൻ അനുസരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചുകൾ. നെക്സ്റ്റ്, ഹൗ ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ കണക്റ്റഡ്? ഓക്കെ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? സ്റ്റാർ ആണ് അല്ലെ. നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്ലിപ്പ് റിംഗ് ഉപയോഗിച്ചിട്ട് ബ്രഷസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റോട്ടോറിനെ പുറത്ത് കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. സ്റ്റാർ കണക്റ്റഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ്, വാട്ട് ഇസ് എ നെയിം ഓഫ് the speed of rotating magnetic field RMF produced in the stator of a 3-phase induction motor? Asynchronous speed, rated speed, synchronous speed and cumulative speed അല്ലെ. എന്താണ് പേര് വരുന്നുണ്ടായിരിക്കുക? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് നമ്മൾ എന്താ പറയാ? സിങ്ക്രണസ് സ്പീഡ് ആണ് അല്ലെ. NS, സിങ്ക്രണസ് സ്പീഡ് ഇസിക്കൽ ടു 120 f/p അല്ലെ. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ ആയിരുന്നു. ഇപ്പൊ കുറച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ട്രെൻഡിങ് ഔട്ടായുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട് ഇപ്പോഴും കേട്ടോ. ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ഒക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ നമുക്ക് വലിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വരുന്നില്ല, റിലേഷൻ കാര്യങ്ങളായിട്ട് വരുന്നില്ല. പക്ഷെ എന്നാലും ഓർത്ത് വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. സിങ്ക്രണസ് സ്പീഡ് ആണ് നമ്മൾ ആ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, by skew in the slots of a rotor of a 3-phase induction motor, reduce harmony, decrease harmonics, avoid short circuit, avoid magnetic locking അല്ലെ. സ്ക്യൂ എന്തിനാണ് കൊടുക്കുന്നുണ്ടായിരിക്കും? നമ്മൾ ആ ഒരു നമ്മള് റോട്ടർ എടുക്കുന്ന സമയത്ത് നേരെ ഷാഫ്റ്റിന് പാരലൽ അല്ലാതെ ഷാഫ്റ്റിന് ചെരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അതിൽ ആ ഒരു ഇത് കൊടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? മാഗ്നറ്റിക് ലോക്കിംഗ്, സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി. What is the unit of
സെൻസിറ്റിവിറ്റി ഇൻ ഇൻസ്ട്രുമെന്റ്സ് കേട്ടോ. വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി ഇൻ ഇൻസ്ട്രുമെന്റ്? വോൾട്ട് പെർ ഓം, ഓം പെർ വോൾട്ട്, ഓം മീറ്റർ ആൻഡ് ഓം പെർ മീറ്റർ. സെൻസിറ്റിവിറ്റി അല്ലെ. സെൻസിറ്റിവിറ്റി യൂണിറ്റ് എന്താ? സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം പെർ വോൾട്ട് ആണ് കേട്ടോ. ഓം പെർ വോൾട്ട് തെറ്റിപ്പോയത് വോൾട്ട് പെർ ഓം എന്ന് എഴുതാറുണ്ട്. ഓം പെർ വോൾട്ട് ആണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, വിച്ച് ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് ബൈ ഇലക്ട്രോ ഡൈനാമിക് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് കേട്ടോ. ഈ ഇലക്ട്രോ ഡൈനാമിക് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ നമ്മൾ പ്രൈമറി കൺസെപ്റ്റ് വരണം. കാരണം വോൾട്ടേജും കറന്റും മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അത് നമ്മൾ പ്രൈമറി കൺസെപ്റ്റ് ആയിട്ട് പറയുമ്പോൾ എന്താണ്? പവർ ആണ് പറയുക കേട്ടോ. ഓപ്ഷൻ എ ആണ് പറയുക. പ്രൈമറി കൺസെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഓം 1 ohm and below 1 ohm resistance value accurately? മെഗാ ഓം മീറ്റർ, അതുപോലെ തന്നെ മൾട്ടിമീറ്റർ, അനലോഗ്, ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ, സീരീസ് ടൈപ്പ് ഓം മീറ്റർ കേട്ടോ. അതിനകത്ത് നമുക്കറിയാം 1 ohm ആൻഡ് ബിലോ 1 ohm എന്ന് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസ് ആണ് അല്ലെ. 1 ohm ആൻഡ് എബോ 100K വരെ വരുന്നതിനാണ് നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എബോ 100K വരുന്നതാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാണ്? ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷണ്ട് ടൈപ്പ് ഓം മീറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ ഈ ഒരു 1 ബിലോ 1 അല്ലെങ്കിൽ കെൽവിൻ എന്ന് പറയാം. കെൽവിനും പറയുന്നുണ്ട്. വീസ് ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് മീഡിയം ആണ്. ഹൈ നമുക്ക് അറിയുന്നുണ്ട്. അതായത് മെഗർ വർത്ത് ഇൻസ്ട്രുമെന്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. ഷണ്ട് ടൈപ്പ് ഓമീറ്റർ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഷണ്ട് ടൈപ്പ് ഓമീറ്റർ. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ? റിംഗ് കോർ ട്രാൻസ്ഫോമർ, ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ, സിലിക്കൺ സ്റ്റീൽ കോർ ട്രാൻസ്ഫോമർ ആൻഡ് ഗ്രെയിൻ ഓറിയന്റഡ് കോർ ട്രാൻസ്ഫോമർ. Which type of transformer is used for high frequency application? High frequency application ഏതാ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ കേട്ടോ. ഏതാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? കേൾക്കുന്നില്ലേ? ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ അല്ലേ? ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ കേട്ടോ. ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ട്രാൻസ്ഫോമർ is used to measure high voltage installation? ഇവിടെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുണ്ടായത്. ഇവിടെ ഹൈ വോൾട്ടേജ് ഇൻസ്റ്റാളേഷൻ. അപ്പൊ ഹൈ വോൾട്ടേജ് ഇൻസ്റ്റാളേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും മെഷർ ചെയ്യുന്ന ഹൈ വോൾട്ടേജ് ഇൻസ്റ്റാളേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ആണ് അല്ലെ. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. പൾസ് ട്രാൻസ്ഫോമർ, ഇഗ്നിഷൻ ട്രാൻസ്ഫോമർ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് എനർജി മീറ്റർ വർക്ക്സ് വിത്ത് ന്യൂട്രൽ കണക്ഷൻ? 3 phase 2 element, 3 phase 3 element, single phase single element, 3 phase 2 element with CT and PT. അപ്പോ എനർജി മീറ്റർ വർക്ക്സ് വിത്ത് ന്യൂട്രൽ കണക്ഷൻ ആണ് ചോദിച്ചുള്ളത്. ന്യൂട്രൽ കണക്ഷൻ സിംഗിൾ ഫേസ് സിംഗിൾ എലമെന്റ് ആണ് കേട്ടോ. സിംഗിൾ ഫേസ് സിംഗിൾ എലമെന്റ് ആണ് ന്യൂട്രൽ കണക്ഷൻ കൂടി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റന്റ് in power transformer: protection from high temperature, protection from moisture entering in oil, protection from pressure loading in tank, protection from both overloading and short circuit അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രൊട്ടക്ഷൻ ഫ്രം ബോത്ത് ഓവർലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് കേട്ടോ. ഹൈ ടെമ്പറേച്ചർ, പിന്നെ മോയ്സ്ചർ എൻറ്ററിങ് ആൻഡ് പ്രഷർ ലോഡിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഹൈ ടെമ്പറേച്ചർ അല്ല, മോയ്സ്ചർ എൻറ്ററിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ബ്രീത്തർ ആണ് അല്ലെ, മോയ്സ്ചർ എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രഷർ ലോഡിങ് അത് നമുക്ക് പറയാം. പക്ഷെ പ്രഷർ ലോഡിങ് നമ്മൾ എന്തുകൊണ്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴാണ് നമുക്ക് അവിടെ ആ ഒരു വരുന്നുണ്ടായിരിക്കും അല്ലെ, പ്രഷർ വരുന്നത്. Next, why the moving coil meter is having uniform scale? Deflecting scale is directly proportional to the current, and deflecting force is inversely proportional to the current. Deflecting force is directly proportional to square of the current, and deflecting force is inversely proportional to square of the current. Why moving coil meter is having uniform scale? എന്തുകൊണ്ടാണ് യൂണിഫോം സ്കെയിൽ ആവുന്നത്? യൂണിഫോം സ്കെയിൽ ആവുന്നത് എന്താണ്? TD is proportional to I അല്ലേ. അതുകൊണ്ട് മൂവിങ് അയൺ ആവുന്നില്ല. TD is proportional to I square, അതുകൊണ്ടാവുന്നില്ല. ഇതിലാണ് വരുന്നത് TD is proportional to I ആണ്. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് is directly proportional to the current ആണ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് കൂളിംഗ് മെത്തേഡ് is used in pole mounting distribution transformer? ഏതാണ് കൂളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക? പോൾ മൗണ്ടിങ്. പോൾ മൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ റോഡ് സൈഡുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? നാച്ചുറലി ഉള്ള മെത്തേഡാണ് കേട്ടോ. പക്ഷെ എയർ നാച്ചുറൽ മാത്രമല്ല, ഓയിൽ ട്രാൻസ്ഫോമർ ആണ്. അതപ്പോ ഓയിൽ നാച്ചുറൽ ആൻഡ് എയർ നാച്ചുറൽ ടെക്നിക് ആണ് യൂസ് ചെയ്യുക. എയർ നാച്ചുറൽ മാത്രമല്ല, നമുക്കറിയാം ഈ എയർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ട്രാൻസ്ഫോമറുകൾക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ എയർ നാച്ചുറൽ എന്ന് പറയുന്നത്. കാരണം അത് ഫ്രീ ആയിട്ട് എയർ പാസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വരുന്നു. പക്ഷെ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ പർപ്പസിലേക്കൊക്കെ വരുമ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഓയിൽ ഇമ്മേഴ്സ്ഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്.
അപ്പൊ ഓയിൽ ഇമേഴ്സ്ഡ് ആകുമ്പോൾ ആ ഓയിലിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അത് ആ ഫിൻസ് വഴി ഓയിലിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓയിലിന് ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, ആ ഓയിലിന്റെ ചേഞ്ചസ് കൂടെ അത് വരുന്നുണ്ടായിരിക്കും. നാച്ചുറലി ഓയിൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നത് പിന്നെ എയറിന്റെ ഒരു മൂവ്മെന്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവിടെ ആ ഒരു ഇതുണ്ടാവുക. എയർ നമ്മൾ പുറത്തുനിന്നാണ് ഉണ്ടാവുക, ഓയിൽ അതിനുള്ളൊന്ന് മൂവ് ചെയ്യുന്നത് ഫിൻസ് വഴി മൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതിന്റെ ഒരു ഇത് നമ്മൾ പറയുന്നത് കേട്ടോ. എയർ നാച്ചുറൽ മാത്രം നമുക്ക് അതിൽ പറയാൻ പറ്റില്ല. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നോർമലി നമ്മൾ കാണുന്ന ചെറിയ ട്രാൻസ്ഫോമറുകളാണ് എയർ നാച്ചുറൽ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, നോ ലോഡ്. If the no load voltage of a transformer is 240 volt and full load voltage is 220 volt, then it is percentage voltage regulation is 7.2, 8.3, 7.81 and 9.09 അല്ലേ? എന്താ വരുന്നുണ്ടായിരിക്കുക? വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡ് ബൈ വി ഫുൾ ലോഡ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്നത് 240 മൈനസ് 220 ഡിവൈഡ് ബൈ 220 into 100, 20 divided by 22 അല്ലേ? 20 divided by 22 into 100. അപ്പൊ 200 divided by 22, 200 divided by 22 എന്ന് പറയുമ്പോൾ 9.09% കേട്ടോ. 9.09%. Next, which of the following is a unit of illumination? Candela, lumen, lux, candela സ്ക്വയർ മീറ്റർ അല്ലേ? ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ യൂണിറ്റ് ഉണ്ടല്ലോ, ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ. ഇതിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഡെറിവേറ്റീവ് യൂണിറ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഇലുമിനേഷൻ യൂണിറ്റ് ആണ്. ലൂമിനൻസിന്റെ യൂണിറ്റ് ആണ് കാൻഡല പെർ സ്ക്വയർ മീറ്റർ. ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ലൂമൻ. കാൻഡല എന്ന് പറയുമ്പോൾ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. A 220 volt lamp has 20 lumen per watt. What takes a current of 500 milliampere? Its total flux in lumen is അല്ലെ? അപ്പൊ luminous efficiency is equal to luminous flux divided by electric power. luminous flux divided by electric power ആണ്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാവുന്നത് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് എഫിഷ്യൻസി ഇൻറ്റു പവർ അല്ലെ? എഫിഷ്യൻസി ഇൻറ്റു പവർ. ഇവിടെ എഫിഷ്യൻസി നമ്മുടെ പെർസെന്റേജ് ഒന്നും അല്ല പറയുന്നത് കേട്ടോ. ലൂമിനസ് എഫിഷ്യൻസി ലൂമൻ പെർ വാട്ട് ആണ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 20 ഇൻറ്റു 500 മില്ലി ആംപിയർ ആണ് അല്ലെ? 500 മില്ലി ആംപിയർ ആണ് അവിടെ തന്നിട്ടുള്ളത്. സോറി, വാട്ട് തന്നിട്ടില്ലല്ലോ, വാട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. 500 മില്ലി ആംപിയർ ഇൻറ്റു 220 വോൾട്ട് അല്ലെ? അപ്പൊ 500 മില്ലി ആംപിയർ ഇൻറ്റു 10⁻³ ഇൻറ്റു 220 വോൾട്ട്. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 10⁻³ ഇവിടെ 0, ഇവിടുത്തെ ഒരു 0 പോയി. അപ്പോൾ 22 ഇൻറ്റു 5 110 ഇൻറ്റു 20. ഓക്കെ, ആൻസർ ആയിട്ട് കിട്ടുന്നത് 2200 അല്ലെ? 2200 ആയിട്ട് കേട്ടോ. 2200 ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 2200. The mercury vapor lamp gives the color of dash greenish blue അല്ലെ? പറയാനില്ല, മെർക്കുറി ആകുമ്പോൾ ഗ്രീനിഷ് ബ്ലൂവും മറ്റാണെങ്കിൽ റെഡ് ഓറഞ്ചും ആണ് വരുന്നുണ്ടാവും കേട്ടോ. നെക്സ്റ്റ്, which of the following diode most suitable for the detection of microwave signals അല്ലെ? നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒന്നുകൂടി ക്ലാസ് ഒന്ന് നോക്കി വെക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. which of the following is most suitable for detection of microwave signals എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്? സ്കോട്ട്കി ഡയോഡ് ആണ് അല്ലെ? നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് ഓരോ ഡയോഡിന്റെ ഉള്ള പർപ്പസ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കാം. അത് അതിന്റെ കൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ചോദിക്കാം. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻ എ ട്രാൻസിസ്റ്റർ ഈസ് 1 2 3 4. രണ്ടാണ് അല്ലെ? 2 ഡിപ്ലീഷൻ ലെയർ ആണ് വരുന്നുണ്ടായിരിക്കും. അതായത് രണ്ട് ജംഗ്ഷൻ വരും. 2 ജംഗ്ഷൻ, ഓരോ ജംഗ്ഷനും ഓരോ ഡിപ്ലീഷൻ ലെയറും വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 ലെയർ ആണ് വരുന്നുണ്ടാവുക. ഓരോന്നും ഓരോ ലെയർ ആയിട്ട് എടുക്കരുത്. രണ്ടും കൂടി കൂടുമ്പോഴാണ് ഒരു ലെയർ എന്നിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് 2 ലെയർ ആണ് അവിടെ വരുന്നുണ്ടാവുക. A transistor is connected in CB configuration as a reading IE is equal to 5 milliampere and IB is equal to 25 microampere. What is the current gain? എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറന്റ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് IC/I ആണ് കേട്ടോ. IC/I ആണ് എന്ത് ചെയ്യുന്നത്? കറന്റ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് IC/I. അപ്പൊ ഇവിടെ നമുക്ക്
ഇയും IBയും തന്നിട്ടുണ്ട്, IC തന്നിട്ടില്ല. അപ്പൊ IC നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലെ. IC നമുക്ക് കണ്ടുപിടിക്കണം. IC കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് IE മൈനസ് IB അല്ലെ, IE മൈനസ് IB. അപ്പൊ IE എന്ന് പറയുന്നത് 5 മില്ലി ആംപിയർ, മറ്റത് 25 മൈക്രോ ആംപിയർ ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ രണ്ടും നമ്മൾ കൺവേർട്ട് ചെയ്യണം. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6 ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. 10⁻⁻3 വരും. ടോട്ടലി നമ്മൾ അത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മില്ലി ആംപിയറിലേക്കാണ് കൺവേർട്ട് ചെയ്യാം. മില്ലി ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 0.025 ആണ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് 4.975 അല്ലെ, ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക. IC പറയുന്നത് അത് മില്ലി ആംപിയറിലാണ്. അപ്പൊ നമുക്ക് 2 മില്ലി ആംപിയറിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ആൽഫ = 4.975 ഡിവൈഡഡ് ബൈ 5 മില്ലി ആംപിയർ വെച്ചുമ്പോൾ നമുക്ക് റേഷ്യോ ആണ് യൂണിറ്റ് അവിടെ ഏതെങ്കിലും ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന 0.0995 കേട്ടോ. ഓപ്ഷൻ A ആയിരിക്കും. 0.995 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ്, ട്രാൻസിസ്റ്റർ സിഗ്നൽ ട്രാൻസ്ഫർ ഫ്രം എ ഡാഷ് സർക്യൂട്ട് എന്തായിരിക്കും? ലോ റെസിസ്റ്റൻസിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസിലേക്കായിരിക്കും അല്ലെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ലോ റെസിസ്റ്റൻസിൽ നിന്നും ഹൈ റെസിസ്റ്റൻസിലേക്കായിരിക്കും. കാരണം എമിറ്റർ ബേസ് ലോ റെസിസ്റ്റൻസും ബേസ് കളക്ടർ ഹൈ റെസിസ്റ്റൻസും ആയിരിക്കും വരുന്നുണ്ടാവും. നെക്സ്റ്റ്, ദ റീജിയൻ ബിറ്റ്വീൻ പീക്ക് പോയിന്റ് ആൻഡ് വാലി പോയിന്റ് ഓഫ് ദ ടണൽ ഡയോഡ് ഈസ് കോൾഡ് ഏതാണ്? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് അല്ലെ. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് വരിക. പീക്ക് പോയിന്റ് ടു വാലി പോയിന്റ് ഓഫ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് വരിക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഓൾറെഡി കുറച്ചൊരു വട്ടം നമ്മളെ മറ്റേ ഈ ടോപ്പിക് നമ്മൾ ഈ മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞാണ്. നിങ്ങൾ ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് കാണുന്നത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ആൻസർ നമുക്ക് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ നമ്മൾ ആ ചിത്രമൊക്കെ നമ്മൾ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വരുന്നത് അല്ലെ. അതായത് ഒരു ടണലിംഗ് ഡയോഡ് ടണലിംഗ് പോയിന്റ് ഏതാണ്, അതിന്റെ കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് ടണൽ ഡയോഡിന്റെ കാര്യത്തിൽ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് തന്നെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ടണൽ ഡയോഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ ട്രാൻസിസ്റ്റർ IC = ആൽഫ IE പ്ലസ് ICBO അല്ലെ. ICBO കേട്ടോ, ICBO. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി? ആന്റിമണി, ആഴ്സനിക്, ഇൻഡിയം ആൻഡ് ബിസ്മത്ത് ആണ് എന്നുള്ളത്. അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ഏതായിരിക്കും വരുന്നുണ്ടായിരിക്കും അതിലെ? ഇൻഡ്യൂയി ആണ് കേട്ടോ. അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി. ബാക്കിയൊക്കെ ആന്റിമണി, ആഴ്സനിക്, ബിസ്മത്ത് ഒക്കെ എല്ലാം എന്താണ്? ഡോണർ ഇമ്പ്യൂരിറ്റി ആണ്. ഇൻഡിയം ആണ് എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, which is the basic necessity for economic development of a country that exists in a different forms in nature? Energy, work, power and velocity അല്ലെ. അപ്പൊ ഏതാ വരുന്നുണ്ടായിരിക്കുക? എനർജി ആണ്. ബേസിക് നെസസിറ്റി എന്ന് പറയുന്നത് എനർജി ആണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, നെയിം ഓഫ് ദ എനർജി സോഴ്സ് വിച്ച് നോട്ട് യൂസ്ഡ് ആസ് എ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ. കൺവെൻഷണൽ പവർ ജനറേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് എ നോൺ കൺവെൻഷൻ. അപ്പൊ കൺവെൻഷണൽ പവർ ജനറേഷൻ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? അതേതാണ്? ഹൈഡ്രോ ആണ് കേട്ടോ. ഹൈഡ്രോ ആണ്. ബാക്കിയെല്ലാം ഇതില് നോൺ കൺവെൻഷണൽ ആണ് വരുന്നത്. അതായത് ടൈഡും വിൻഡും സണ്ണും. ഓക്കെ, അപ്പൊ ഹൈഡ്രോ ആണ് നോൺ കൺവെൻഷണൽ അല്ലാതെ വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ സ്മാൾ സ്കെയിൽ പവർ ജനറേഷൻ ടു സ്പെസിഫിക് പർപ്പസ്? ഹൈഡ്രോ, വിൻഡ്, ന്യൂക്ലിയർ, തെർമൽ അല്ലെ. ഹൈഡ്രോ ആണെങ്കിലും ന്യൂക്ലിയർ ആണെങ്കിലും തെർമൽ ആണെങ്കിലും ഒരു സ്മാൾ പർപ്പസിന് യൂസ് ചെയ്യുന്നതല്ല. വിൻഡ് മാത്രമാണ് സ്മാൾ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ വിൻഡ് ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹാസ് ദ ലോവസ്റ്റ് റണ്ണിംഗ് കോസ്റ്റ്? സ്റ്റീം പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഡീസൽ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആൻഡ് ഗ്യാസ് ടർബൈൻ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ. പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആസ് ലോവസ്റ്റ് റണ്ണിംഗ് കോസ്റ്റ് ആണ് അല്ലെ. ഏതാ വരുന്നുണ്ടായിരിക്കുക? ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ കേട്ടോ. ഇതും ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരു ടേബിൾ പറഞ്ഞായിരുന്നു. ആ ടേബിൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഷുവർ ആണ് കേട്ടോ. അതിനൊരു ക്വസ്റ്റ്യൻ ആ ടേബിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാലും ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ വരാൻ ചാൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ടേബിൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് യൂസ്ഡ് ഫോർ റേസിംഗ് ബോയിലർ എഫിഷ്യൻസി ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ? എയർ പ്രീഹീറ്റർ, സൂപ്പർ ഹീറ്റർ, കണ്ടൻസർ ആൻഡ് എക്കണോമൈസർ. അതിൽ ബോയിലർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എക്കണോമൈസർ ആണ് കേട്ടോ. ബോയിലർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എക്കണോമൈസർ ആണ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ
of air preheater in thermal power station, raise the temperature of the steam, increase the overall efficiency, extract heat from the flue gases, condense heat steam from the boiler, steam to the boiler എന്നാണ് പറയുന്നത്. അതിൽ നമുക്കറിയാം എയർ പ്രീഹീറ്റർ യൂസ് ചെയ്യുന്നതിനാണ് ഹീറ്റ് എടുത്തിട്ട് എയറിന് എന്ത് ചെയ്യണം പ്രീ ഹീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, എക്സ്ട്രാക്ട് ഹീറ്റ് ഫ്രം ദ ഫ്ലൂ ഗ്യാസസ് ആണ് വരുന്നുണ്ടാവും കേട്ടോ. നെക്സ്റ്റ്, which water turbines are used for high head purpose? Impulse turbine, reaction turbine, Francis turbine and Kaplan turbine. അല്ലെ, ഹൈ ഹെഡ് പർപ്പസിന് ഏത് ടർബൈനെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഹൈ ഹെഡ് പർപ്പസിന് ഇതിലിപ്പോ റിയാക്ഷൻ ടർബൈൻ ആണ് എന്ത് ചെയ്യുന്നത്, കപ്ലാനും ഫ്രാൻസും വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഹൈ ഹെഡ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് ഇമ്പൾസ് ടർബൈൻസ് ആണ് അല്ലെ. ഇമ്പൾസ് ടർബൈൻസ് ആണ് ഹൈ ഹെഡ് പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻ എന്ന് പറയുന്നത്. സ്ലൂയിസ് ഗേറ്റ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്. വിൻഡ്, ടൈഡൽ, ന്യൂക്ലിയർ ആൻഡ് തെർമൽ ആണ്. അതിന് സ്ലൂയിസ് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈഡലിലാണ് യൂസ് ചെയ്യുക കേട്ടോ. സ്ലൂയിസ് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ടൈഡൽ പവർ സ്റ്റേഷനിലാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോറി, വിച്ച് യൂണിറ്റ് ഈസ് യൂസ്ഡ് ഫോർ പവർ ടു ഇന്റേണൽ ആക്സിലറീസ് ഓഫ് വിൻഡ് ടർബൈൻസ് in wind power generation? Rectifier unit RU, internal supply unit ISU, external supply unit ESU and chopper unit ഇതാണ് പറഞ്ഞിട്ടുള്ളത്. Which unit is used for power to internal auxiliaries of wind turbine അല്ലെ. അതായത് ഇന്റേണൽ ഓക്സിലറീസ് വരുന്ന സാധനങ്ങൾക്ക് നമ്മൾ പവർ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഇന്റേണൽ സപ്ലൈ യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. നമുക്ക് അതിൽ കുറെ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന അല്ലാതെ അതിൽ പവർ സപ്ലൈ വേണ്ട കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഇന്റേണൽ സപ്ലൈ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സ്ട്രാ സപ്ലൈ യൂണിറ്റ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. അതാണ് ISU എന്ന് പറയുന്നത് കേട്ടോ, എക്സ്റ്റേണൽ സപ്ലൈ യൂണിറ്റ്. നെക്സ്റ്റ്, വാട്ട് ഇസ് എ സിമ്പിൾ അസംബ്ലി ഓഫ് മോഡ്യൂൾസ് ഇൻ സോളാർ പാനൽസ്? സിമ്പിൾ അസംബ്ലി ഓഫ് മോഡ്യൂൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അസംബ്ലി ഓഫ് മോഡ്യൂൾസ് എന്ന് പറയുന്നത്, മോഡ്യൂൾസിന്റെ സിമ്പിൾ അസംബ്ലി എന്ന് പറയുന്നത് ഏതാണ്? അറേ ആണ് കേട്ടോ, അറേ ആണ്. ശരിക്കും അറേ എന്ന് പറയുന്നത് നമ്മളതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. സെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ആയിട്ട് അറേയിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ്. പക്ഷെ മോഡ്യൂൾസിന്റെ സിമ്പിൾ അസംബ്ലി എന്ന് പറയുന്നത് ഏതാണ്? അത് അറേയാണ്. വിച്ച് ടൈപ്പ് ഓഫ് AC ട്രാൻസ്മിഷൻ ഈസ് യൂണിവേഴ്സലി അഡോപ്റ്റഡ്? യൂണിവേഴ്സലി അഡോപ്റ്റഡ് ആയിട്ടുള്ള AC ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഏതാണ്? 3-phase 3-wire സിസ്റ്റം ആണ് അല്ലെ. 3-phase 3-wire സിസ്റ്റം ആണ് യൂണിവേഴ്സലി അഡോപ്റ്റഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ 3-phase 4-wire സിസ്റ്റം ആണ് കേട്ടോ. 3-phase 4-wire സിസ്റ്റം ആണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിട്ട് നമ്മൾ പറയുന്നത്. What is the name of conductor used on overhead lines? Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതിന്റെ ഫുൾ ഫോം ഒക്കെ നമ്മൾ കണ്ടാണ്, ACSR conductor കേട്ടോ. നെക്സ്റ്റ്, which electric lines connect the substation to distributors in distributing system? Which electric lines connect the substation to distributors? അതായത് സബ്സ്റ്റേഷനിൽ നിന്നും എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് അല്ലെ. ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇവിടുന്നാണ് ഇങ്ങനെ കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോ ഇതിനകത്ത് ഈ പറയുന്നത് എന്താണ് അല്ലെ? ഇതാണ് ഫീഡേഴ്സ്. പിന്നെ അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് വരിക. ഫീഡേഴ്സ് ഇപ്പൊ നമുക്കറിയാം, കറണ്ട് ഫീഡേഴ്സിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാണ്, ഫീഡേഴ്സിൽ അങ്ങനെ കറണ്ട് ടാപ്പിങ്ങും കാര്യങ്ങളും നടക്കുന്നത് അല്ലെ. ഫീഡേഴ്സിൽ സെയിം കറണ്ട് ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടറിൽ അങ്ങനെ ആയിരിക്കും, കറണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് AC പവർ ട്രാൻസ്മിഷൻ? വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ഈസിലി. കൊറോണ ലോസ് നെഗ്ലിജിബിൾ. ലോ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ. നെഗ്ലിജിബിൾ ഇൻ സ്കിൻ എഫക്ട്. എന്താ വരുന്നുണ്ടായിരിക്കുക? അഡ്വാൻറ്റേജ് ഓഫ് AC പവർ ട്രാൻസ്മിഷൻ. AC എന്താണ്? വോൾട്ടേജ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം എന്നുള്ളതിനാണ് കേട്ടോ പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞാൽ കൊറോണ ലോസ് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞു, അത് എടുക്കണ്ട. ലോ വോൾട്ടേജ് ഡ്രോപ്പ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞു, അത് നമുക്ക് എടുക്കണ്ട. കുറച്ചും കൂടി ലോ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല, നമുക്കൊന്നുകൂടി ഇതാക്കി എടുക്കാൻ പറ്റില്ല. പിന്നെ നെഗ്ലിജിബിൾ സ്കിൻ എഫക്ട് എന്ന് പറഞ്ഞാൽ അതും നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ, വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ അല്ലെ. എന്നാലും പ്രൈമറി ആണ് ചോദിക്കുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, അഡ്വാൻറ്റേജ് പ്രൈമറി എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുക്കണം കേട്ടോ. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ നോർമലി യൂസ്ഡ് in OH lines up to the voltage of about 66 kV, 11 kV, 33 kV and 415 voltage. Pin type insulators are normally used in OH lines up to the voltage about 66, 11 kV, 33 kV and 415 voltage. Pin insulators ആണ് 33 kV ആയിരിക്കും. up to 33 kV വരെയാണ് നമ്മൾ pin insulators യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ്, what is the main purpose of cross arm used in electric poles? Avoid short between the conductors, hold in the insulators and overhead lines, reduce conductor sag between supports,
സപ്പോർട്ടിങ് ദ ലൈൻ കണ്ടക്ടേഴ്സ് അല്ലെ. അപ്പൊ ഏതാ വരുന്നുണ്ടായിരിക്കുക? ഹോൾഡിംഗ് ദ ഇൻസുലേറ്റേഴ്സ് ഓൺ ഓവർ ഹെഡ് ലൈൻസ് കേട്ടോ. അപ്പൊ ഇതിലും ഞാനൊരു ഇത് പറയാം, മെയിൻ പർപ്പസ് ഓഫ് ക്രോസ് ആംസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് പോൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഷോർട്ട് സർക്യൂട്ട് നമുക്കൊരു പർപ്പസ് ആയിട്ട് പറയാം അല്ലെ, കാരണം അത് അതിന്റെ ഒരു പർപ്പസ് ആണ്. പക്ഷെ അതിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ ക്രോസ് ആംസ് കൊടുക്കുന്നത് ശരിക്കും ആ ഒരു ഇൻസുലേറ്റേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസുലേറ്റേഴ്സിനെ ഹോൾഡ് ചെയ്തിട്ട് ഇൻസുലേറ്ററിനെ വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതിനെന്ത് ചെയ്യാണ്, ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിൽ രണ്ട് പർപ്പസ് നമുക്ക് പറയാം. ബിറ്റ്വീൻ കണ്ടക്ടേഴ്സിനിടയിൽ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് 3 ഫേസ് ലൈൻസ് വരുന്ന സമയത്ത് നമുക്ക് അത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, ഫാൾട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. ഷോർട്ട് സർക്യൂട്ട് എന്നെടുത്തിട്ട് പറയുന്നേക്കാൾ ഫോൾട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പൊ അതിൽ ഇൻസുലേറ്ററിന്റെ എല്ലാ പർപ്പസും നമുക്ക്, അല്ലെങ്കിൽ ക്രോസ് ആംസിന്റെ എല്ലാ പർപ്പസും നമുക്ക് എന്ത് ചെയ്യാൻ, ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഇൻസുലേറ്റേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഇസ് ദ വോൾട്ടേജ് റേഷ്യോ ഓഫ് AC ഡിസ്ട്രിബ്യൂഷൻ ലൈൻ അഡോപ്റ്റഡ് ഇൻ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്? റേഷ്യോ ഓഫ് വോൾട്ടേജ് അല്ലെ അഡോപ്റ്റഡ് ഇൻ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് 415 വോൾട്ടേജ് ബാർ 240 വോൾട്ടേജ്. ഇതൊരു റേഷ്യോ എന്നൊക്കെ പറയുന്നതിന് വേറെ മൂവാനായിട്ടോ 3 ഫേസ് റേഷ്യോ അല്ല, സാധാരണ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ AC ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന വോൾട്ടേജ് ആണ്. അതായത് 3 ഫേസ് 4 വയർ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ 3 ഫേസ് 3 വയർ സിസ്റ്റത്തിലാണെങ്കിൽ 415 വോൾട്ടേജ് ആയിരിക്കും വരുന്നുണ്ടാവുക 3 ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് സാധാരണ സ്റ്റാർട്ടൊക്കെ പറയുന്ന സമയത്ത് പറയുന്നത് അല്ലെ, 240 എന്ന് പറയുന്നത് അവർക്ക് അവിടെ സാധാരണ വരുന്നതാണ്. അപ്പൊ ഈ വേർഡ് ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ, ഇതിന്റെ ശരിക്കും റേറ്റഡ് വാല്യൂ ആണ്. പല വാല്യൂസ് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. അതായത് 230 വരുന്നുണ്ട്, 220 വന്നിട്ടുണ്ട്, 240 വന്നിട്ടുണ്ട്, 250 വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 240 ആണ്. അതെപ്പോഴും ഓർത്തേക്ക്. AC സിംഗിൾ ഫേസ് ആണെങ്കിൽ 240 ആണ്, AC 3 ഫേസ് ആണെങ്കിൽ 415 വോൾട്ട് ആണ് കേട്ടോ. അത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാറിയിട്ടൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in substation the transmission line voltage is stepped down to consumer supply voltage. Distribution substation, mini substation, primary substation and secondary substation. In which substation the transmission line voltage is stepped down to consumer supply voltage? Consumer supply voltage step down ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ യൂസ് ചെയ്യാം. സെക്കൻഡറി ഉണ്ടിട്ട് അവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ സെക്കൻഡറി അല്ല വരിക, അത് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ തന്നെയാണ് വരിക കേട്ടോ. ശരിക്കും സെക്കൻഡറി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് വരാം, കാരണം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുമ്പോഴേ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പൊ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അകത്താണ് അത് വരുന്നത്. പക്ഷെ അത് ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ സെക്കൻഡറി സബ്സ്റ്റേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ അതാണ് കറക്റ്റ് കേട്ടോ, അതും കൂടി ഓർത്തേക്കാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ്. ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവുന്നതുകൊണ്ട് സെക്കൻഡറി ഓപ്ഷനിലേക്ക് നമ്മൾ പോകണ്ട. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരുന്നു കറക്റ്റ് കേട്ടോ, ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ്. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ്, വാട്ട് വിൽ ഹാപ്പൻ ടു സ്ട്രിംഗ് അറേഞ്ച്മെന്റ് ഓഫ് ഡിസ്ക് ഇൻസുലേറ്റർ ഇഫ് വൺ ഓഫ് ദ ഡിസ്ക് ഇൻസുലേറ്റർ ഗെറ്റ്സ് ഡാമേജ്ഡ്? No effects operates normally. Only the damaged disk will not function. Damaged and adjacent insulator will not function. Whole string becomes useless എന്നാണ് പറഞ്ഞത് അല്ലെ. ഇതിനകത്ത് എന്താണ്, ഒരു ഡിസ്ക് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഫംഗ്ഷൻ ചെയ്യില്ല, ബാക്കി ഡിസ്ക് എന്ത് ചെയ്യും, ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓൺലി ദ ഡാമേജ്ഡ് ഡിസ്ക് വിൽ നോട്ട് ഫംഗ്ഷൻ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. ഇത്രയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു 95 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 5 ക്വസ്റ്റ്യൻ അതിൽ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. 5 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. 2 ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ചെയ്തിട്ട് പ്രിവിഷൻ ആൻസർ ചേഞ്ച് ചെയ്ത് വന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു നമ്മൾ ഓരോ ജില്ലകളിലും നോക്കുമ്പോൾ ഒരു ആവറേജ് അതിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 71 നമുക്ക് എടുക്കാം കേട്ടോ. ഒരു 71 ആണ് അതിന്റെ ഒരു ആവറേജ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ജില്ലകളിലും ഒരു 5 മുതൽ 10 വരെ ആളുകളുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഞാൻ എല്ലാ ജില്ലയും നോക്കിയിട്ടില്ല, ഒരു ആവറേജ് പറയാണ്. 5 to 10 ആളുകളുള്ള ഒരു മെയിൻ ലിസ്റ്റ് ഇട്ടു. അതിലാണ് കട്ട് ഓഫ് ഒരു 71 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഓരോ ജില്ലകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി ഇതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റും കാര്യങ്ങളും ഒന്ന് എടുത്ത് നോക്കാം. അതിൽ കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് കട്ട് ഓഫ് ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ജില്ലകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആണ്, എല്ലാ ജില്ലയുടെയും കട്ട് ഓഫ് ചെക്ക് ചെയ്യുക. പാലക്കാടൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാടൊക്കെ 72 ഒക്കെയാണ് തോന്നുന്നത്, 71 പോയിന്റ് സംതിങ് ആണ് വന്നിട്ടുള്ളത്.
അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓരോ ജില്ലകൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ നിങ്ങൾ എഴുതാൻ പോകുന്ന ജില്ലകളുടെ വെച്ചിട്ടും കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം പിന്നെ വേറെ എന്ന് പറയുന്നത് ലൈൻമാനിന് ഇതിലേറെ കുറച്ചും കൂടി എക്സാംസിന് കോമ്പറ്റീഷൻ കൂടും. കാരണം ഇതൊരു സ്കിൽഡ് അസിസ്റ്റന്റ് ഒന്നാമത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരുന്നു. എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. കൺഫർമേഷൻ കൊടുത്തത് കുറവായിരുന്നു, അന്ന് എക്സാമിൽ വന്ന ആളുകളുടെ എണ്ണവും കുറവായിരുന്നു കേട്ടോ. നമ്മൾ PSC നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പറയാണ് എക്സാം എഴുതിയ ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കട്ട് ഓഫിന് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവുക. കാരണം ഇതിന് പ്രീവിയസ് ആയിട്ട് വളരെ പ്രീവിയസ് ആയിട്ട് നടന്നുള്ള എക്സാം 2024 എക്സാം ആയിരുന്നു. അതിന് 79 ആവറേജ് കട്ട് ഓഫ് 79 ആയിരുന്നു കേട്ടോ വന്നത്. കാരണം അതിൽ കുറെ എക്സാംസ് ഉണ്ടായിരുന്നു. അതിൽ ആവറേജ് കട്ട് ഓഫ് 79 ആണ്. 86 വരെ കട്ട് ഓഫ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കട്ട് ഓഫ് കൂടുതലായിട്ട് തന്നെ വരിക. പിന്നെ അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ചേഞ്ചസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അവർ മാക്സിമം ഒഴിവാക്കി. അതിന് പകരം അവർ എന്ത് ചെയ്തു, കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. അത് ഇനിയും വരാൻ ചാൻസ് ഉള്ളതാണ്. കാരണം നമുക്ക് അവർക്ക് ഇപ്പൊ ആ ഒരു റിസൾട്ട് അവിടെ കട്ട് ഓഫിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു നമ്മളെ സ്റ്റേറ്റ്മെന്റിനേക്കാൾ ഒന്നും കൂടി നല്ലൊരു മെത്തേഡായിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ മെത്തേഡ് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. കാരണം അത് നല്ലൊരു മെത്തേഡായിട്ട് അവിടെ കട്ട് ഓഫിന്റെ കാര്യത്തിൽ അവിടെ കണ്ടു അല്ലെ. അപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇനിയും നമുക്ക് ചോദിക്കാം. ഓക്കെ, അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.